Good morning. Good morning, sir. Good morning. Good morning. Good morning, sir. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. മഴയാണ്. ഹലോ, എന്താണ്? ഗുഡ് മോർണിംഗ്. നല്ല മഴയുണ്ട് അല്ലേ? പല സ്ഥലങ്ങളിലും മഴക്കാലം തുടങ്ങി. നല്ല മഴ തുടങ്ങി. താങ്ക് യു. യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിംഗ് വാട്ടർ അല്ലെ? നമുക്ക് വെള്ളം ഒരുപാട് ആവശ്യമുള്ളത്. ആ വെള്ളമാണ് നമുക്ക് യൂണിവേഴ്സ് ചൊരിഞ്ഞ് തരുന്നത്. സോ താങ്ക് യു സോ മച്ച്. മഴയെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. മഴക്കാലം നമ്മൾ ആസ്വദിക്കാവുന്ന നല്ല കുറെ ഓർമ്മകളുള്ള നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് മഴക്കാലം. സോ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ചെയ്താൽ തോന്നുന്നു, അറിയില്ല. ഒരു ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ ഉണ്ട്. പക്ഷേ യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാനൊരാളുടെ ഇങ്ങനത്തെ അവസരങ്ങളിൽ പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പനിയും ഇതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെയാണ് സെഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോ അതിനിടയിൽ ഒരു കാര്യം പറയാം. ബൈ ദ വേ, നല്ലൊരു സെഷൻ നല്ല രാത്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് അറ്റൻഡ് ചെയ്തു? ഇവിടെ അറ്റൻഡ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, ഇന്ന് നമുക്കറിയാലോ, ഇന്ന് സൺഡേ ആണ്. സൺഡേയിൽ എന്താ പ്രത്യേകത? ഇറ്റ്സ് മീ റിയൽമി ഉള്ളതാണ്. അപ്പൊ ഇറ്റ്സ് മീ റിയൽമിയിൽ നല്ലൊരു ഗസ്റ്റ് ഉണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവർ പറയാൻ പോകുന്നത്. കാരണം അവരുടെ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. ഇനി മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാല്, ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ ഇന്നലെ രാത്രി സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷൻ എന്താ വെച്ചാല്, വെൽത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. എന്താണ് വെൽത്ത് കാറ്റലിസ്റ്റ്? അപ്പൊ അതില് വെൽത്ത് ക്രിയേഷൻ ആണ്, പണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നത്. ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ. അപ്പൊ എന്തായിരിക്കും ആ ഡിഫറൻസ്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് റിയാക്ഷൻസ് ഉള്ളിൽ നടക്കും. ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡുണ്ട്. അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. റെക്കോർഡ് ഉണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്യണം. വേണോ? വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. നമ്മളെല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യും. പക്ഷെ നിങ്ങൾ ഇരുന്ന് അറ്റൻഡ് ചെയ്യാം. ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുത്തുണ്ട്. 1.5 മണിക്കൂറോ? പക്ഷെ ആ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമെന്ന് നോക്കും. കാരണം ഇരിക്കാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്, എന്താ ഇങ്ങനെ പറയുന്നത്, എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. പിന്നെ ഇരിക്കാൻ ധൈര്യമുള്ളവർ മാത്രം ഇരുന്നാൽ മതി. ട്രോമ ട്രിഗർ ആവുന്ന ആൾക്കാർ ഇരിക്കേണ്ട. ഭയങ്കര ട്രോമ ട്രിഗർ ആവും. അല്ലെങ്കിൽ അതൊരു വാർണിംഗ് ആണ്. കാരണം ഞാൻ ഡിസ്ക്ലൈമർ വെച്ചിട്ട് തന്നെ പറയുന്നു, ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല. അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഒരു അഡൽട്ട് ഓൺലി കണ്ടന്റ് ആണ്. ഒരു പ്രായപൂർത്തിയായ ആൾക്കാർ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയ്ക്കും എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഭാഷ, സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കേൾക്കുക. വേറെ ആൾക്കാർ മുൻപിൽ വെച്ചിട്ട് കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്കും സ്ട്രോങ് ആണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതിന്റെ ലിങ്ക് ചോദിച്ച് വാങ്ങിച്ചിട്ട് അറ്റൻഡ് ചെയ്യുക. പക്ഷെ ആ ഒരൊറ്റ സെഷൻ നിങ്ങളെ ശരിക്കും ഇരുന്ന് ചിന്തിപ്പിക്കും. ഇന്നലെ സെഷൻ കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഫീഡ്ബാക്ക് തന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ ചോദിച്ചപ്പം പറഞ്ഞു, സാറേ തൊലി ഉരിഞ്ഞു പോയി എന്നാ പറഞ്ഞു. എന്തോ വല്ലാത്ത ഫീലിംഗ്, തൊലി ഇരിഞ്ഞു പോയി. അപ്പോ എങ്ങനെ? ഹലോ ആരെന്തേ പറഞ്ഞോ? ഉണ്ടായിരുന്നത് കേൾക്കുന്നില്ല. എന്താണ്? ഏത് ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്? അത് വെൽത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. നിങ്ങൾക്കൊക്കെ ലിങ്ക് അയച്ചാണല്ലോ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവല്ലോ. എല്ലാ ശനിയാഴ്ചയും രാത്രി വൈകുന്നേരം 8 മണിക്ക് വെൽത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. നമുക്ക് 3 കാര്യങ്ങൾ നമ്മുടെ ഫോക്കസ്. 1 ഹീലിംഗ്, 2 വെൽത്ത് ക്രിയേഷൻ, അതിനു വേണ്ടിയിട്ട് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാം. വെൽത്ത് ആൻഡ് ബിസിനസ്. 3ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹീലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് ഹീലേഴ്സിനെയും ട്രെയിനേഴ്സിനെയും കോച്ചസിനെയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം. അടുത്തുള്ളത് എന്താ വെച്ചാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ വെൽത്ത് സൃഷ്ടിക്കുക എന്നുള്ളതാണ്.
വെൽത്ത് സൃഷ്ടിക്കുക, അതിന് വേണ്ടിയിട്ട് ബിസിനസ് പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക, സംഗതികൾ ചെയ്യുക, ഹൗ ടു മേക്ക് മണി. അപ്പൊ അവിടെ കുറേ കാര്യങ്ങൾ, അവിടുത്തെ സംസാരം ടോട്ടലി ഡിഫറെന്റ്. ആ ഹീലിംഗിലുള്ള സംസാരേ അല്ല. ഹീലിംഗിൽ വളരെ എന്താ പറയാ, വളരെ 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 സോഫ്റ്റ് ആയിട്ടും കമ്പാഷനേറ്റ് ആയിട്ടും സ്നേഹത്തോട് കൂടിയിട്ടുള്ള സംസാരമായിരിക്കും. പക്ഷെ വെൽത്ത് ക്രിയേഷനിൽ അറിയാമല്ല. വെൽത്ത് ക്രിയേഷനിൽ ഒരു കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ, എല്ലാ ദിവസവും അല്ല. ചില ദിവസങ്ങളിലെല്ലാം നമ്മൾ കുറച്ചൊരു ആവശ്യമുള്ള ദിവസങ്ങളിൽ മാത്രം. അപ്പൊ എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലേക്ക് വരാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം. മാം, ആർ യു ദേർ? റെഡിയാണെന്ന് വിചാരിക്കുന്നു. റഷീദ മാം, ആർ യു ദേർ? യെസ്, യെസ്. റഷീദ മാമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് റഷീദ മാം ആണ്. റഷീദ മാം റഷീദ മാമിന്റെ പ്രത്യേകത ഒന്നുകൂടെ പറയാം. നമ്മൾ പലതവണ റഷീദ മാമിനെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ എം സോ സോറി. ഇടയ്ക്ക് എന്താ വെച്ചാൽ ഞാനിങ്ങനെ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ സഹകരിക്കുക, സഹിക്കുക, വേറെ വഴിയൊന്നുമില്ല. എനിക്ക് കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരാം അല്ലേ ഒരു പോയിന്റ്. എന്താ ഈ പനിയൊക്കെ ഉള്ളത് കൊണ്ടും പനി ഉണ്ടായിട്ട് റെസ്റ്റ് എടുക്കാതെ എന്താ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മിഷൻ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ യു. മിഷൻ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ യു. ഇത് ഞാൻ പഠിച്ചത് കോബി ബ്രയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഒരു അമേരിക്കൻ ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്. അദ്ദേഹം 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 ഭയങ്കര ഒരു ലെജൻഡാണ്. അതായത് മൈക്കിൾ ജോർദൻ എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കളിക്കാരനുണ്ടായിരുന്നു. ആ ഫേമസ് ആയിട്ടുള്ള കളിക്കാരൻ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മുകളിൽ പിന്നീട് ഉയർന്നു വന്നിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ് കോബി എന്ന് പറയുന്നത്. ഈ കോബി ബ്രയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ജീവിതത്തിൽ എടുത്തൊരു പോളിസി ഉണ്ടായിരുന്നു. മമ്പ മൈൻഡ് സെറ്റ് എന്ന് പറയും. മാമ്പ മൈൻഡ് സെറ്റ്. മമ്പ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പുള്ളിയുടെ ആ ഒരു മൈൻഡ് സെറ്റാണ് പുള്ളിയുടെ വിജയത്തിന് കാരണം. പുള്ളിക്ക് ഒരാള് 5 മണിക്ക് പ്രാക്ടീസിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇയാൾ 4 മണിക്ക് പോകും. ആ ലോകത്ത് ആര് ചെയ്യുന്നതിനും മുകളിൽ ബെറ്റർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും സംഗതികൾ ചെയ്യാനും അയാൾ റെഡിയാണ്. അപ്പൊ ആള് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ആളുടെ കാലിന് ഒരു ദിവസം ഒരു കളിയിൽ കാലിന് പരിക്ക് പറ്റി. പക്ഷെ കാലിന് പരിക്ക് പറ്റിയിട്ടും ഇയാൾ എന്ത് ചെയ്യാണ്, ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് പരിക്ക് പറ്റിയിട്ട് കളിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചത് ആ കാലുമായിട്ട് വീണ്ടും ആൾ കളിച്ചു. അപ്പൊ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ 102 ഡിഗ്രി സെൽഷ്യസ് പനി ഉണ്ടായ സമയത്ത് വരെ ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ എന്നോട് പറയാറുള്ളത് അതാണ്. പുള്ളി പറഞ്ഞതാ, ഞാൻ ഇമ്പോർട്ടന്റ് അല്ല, മിഷൻ ഈസ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ടീം വിജയിക്കണം, കളി ജയിക്കണം. മിഷൻ ഈസ് ഇമ്പോർട്ടന്റ്. ഇവിടെ നമ്മളുടെ ഹീലിംഗ് വിജയിക്കണം. നമുക്കൊരു മിഷൻ ഉണ്ട്. ആ മിഷൻ എന്താണ്? 1 healer in 1 family. Yeah, that is our vision. And we have a mission. ആ മിഷനിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം. സോ ഇറ്റ് ഡസന്റ് മാറ്റർ എനിക്ക് എണീക്കാൻ പറ്റുമെങ്കിൽ, എനിക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ. യെസ്, സെൽഫ് ലവ് വേണം. ദിസ് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് സെൽഫ് ലവ്. സെൽഫ് ലവിന് അഗെയിൻസ്റ്റ് അല്ല. ഇത് അൺകണ്ടീഷണൽ ലവ്. നമ്മളുടെ സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ് ഈ അൺകണ്ടീഷണൽ ലവ് മിഷനോട് ഉണ്ടാവുന്നത്. ആ മിഷനുണ്ട്. മറ്റേ സെൽഫിഷ്നെസ് ആണ്, സെൽഫ് ലവ് അല്ല. സെൽഫിഷ്നെസ് വേറെ, സെൽഫ് ലവ് വേറെ. സെൽഫിഷ്നെസ് കംസ് ഫ്രം ഈഗോ. ഞാൻ എന്തോ ആണ്, ഞാൻ ഇതാണ്, ഞാൻ അതാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഈഗോ. ഓക്കെ, സോ മിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് ആ പുള്ളിയുടെ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് പലപ്പോഴും എന്നെ ഇത്തരത്തിലുള്ള ചില സിറ്റുവേഷനുകൾ എന്ന് വെച്ചാൽ ഇൻസ്പയർഡ് ആവാറുള്ളത്. ഓക്കെ, അപ്പം ഇൻസ്പയർഡ് ആവുക എന്നുള്ള ഇതുപോലെ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ മിഷൻ. എല്ലാം നമുക്ക് മറികടക്കാൻ പറ്റും. ഓക്കെ, പോരായ്മകൾ ഉണ്ടാവാം. അപ്പൊ ഈ സെഷൻ ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ഇറ്റ്സ് മീ റിയൽ മീ പോലെ ആയിക്കൊള്ളുന്നില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ഇറ്റ് ഡസന്റ് മാറ്റർ. പോരായ്മകൾ വിഷയമില്ല. വി ജസ്റ്റ് കീപ് ഓൺ ഡൂയിങ്, 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 കീപ് ഓൺ ഡൂയിങ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേ സെഷൻ. നമുക്ക് എന്ത് ചെയ്യാം, റഷീദ മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റഷീദ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറയാനുള്ളത്, റഷീദ മാമിനെ ഇതിനു മുൻപൊക്കെ പലതവണ ഇറ്റ്സ് മീ റിയൽ മീയിൽ വിളിക്കുമ്പോൾ മാം ഞങ്ങളോട് പറയാന്ന് വെച്ചാൽ, എനിക്ക് പറയാൻ സമയമായിട്ടില്ല. എനിക്ക് പറയാൻ സമയമാകുമ്പോൾ ഞാൻ വരും. കാരണം എനിക്ക് ഞാൻ വിചാരിച്ച റിസൾട്ട് കിട്ടണം. ആ റിസൾട്ട് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്തോളാം, പറഞ്ഞോളാം. അങ്ങനെ അത്രക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് വന്നതിന് ശേഷം മാത്രം എന്നൊരാളാണ്. നമ്മുടെ ബേസിക് EFT പ്രോഗ്രാം ചെയ്തു, കുറച്ചൊക്കെ റിസൾട്ട് കിട്ടി. പക്ഷെ എന്നാലും വലിയ കാര്യപ്പെട്ട നമ്മൾ വിചാരിച്ച വലിയ പ്രശ്നം മാറിയിട്ടില്ല. അങ്ങനെ റിലേഷൻഷിപ്പ് മാസ്റ്ററി പ്രോഗ്രാം ചെയ്തു.
എന്നിട്ടും റിസൾട്ട് കുറേയൊക്കെ കിട്ടി. പക്ഷെ എന്നാലും മാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാം വിശ്വസിക്കുകയാണ്. റിസൾട്ട് കിട്ടും, റിസൾട്ട് കിട്ടും, എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് വേറെ വഴിയില്ല, എന്റെ പ്രശ്നങ്ങൾ തീരാൻ എനിക്ക് വേറെ വഴിയില്ല, റിസൾട്ട് കിട്ടും, റിസൾട്ട് കിട്ടും. പക്ഷേ വലിയ റിസൾട്ട് ഒന്നും കിട്ടാൻ അല്ലെങ്കിൽ കിട്ടിയ ഏറ്റവും വലിയ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല. പക്ഷെ എന്നിട്ട് വിശ്വസിക്കുക. അങ്ങനെ റിലേഷൻഷിപ്പ് പ്രോഗ്രാമിന് വന്നപ്പോൾ അറിയാലോ, റിലേഷൻഷിപ്പിന് പ്രോഗ്രാമിന് ആൾ വരുന്നുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അഡ്വാൻസ് പ്രോഗ്രാമിന് പോകും. അഡ്വാൻസ് പ്രോഗ്രാമിന് ബുക്ക് ചെയ്ത മൊമെന്റ് മുതൽ റിസൾട്ട് വരാൻ തുടങ്ങി. എവറിത്തിങ് സ്റ്റാർട്ടഡ് ചേഞ്ച്. And that's the power of a believer. ആ സ്റ്റോറി നമുക്കിന്ന് അറിയാം. Are you ready and are you really excited? If you are excited, just comment down. Just comment down. Just comment down. Just comment down. If you are excited, just comment down. Just comment down. If you are excited, just comment down. നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോളൂ കേട്ടോ. ശരത് നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. നമ്മളുടെ ഈ സെഷൻ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നിവിടെ റഷീദ മാമിന്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒന്നുകൂടി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷീദ മാമിന്റെ ലൈഫ് ചേഞ്ച് ആയതുപോലെ വലിയൊരു ചേഞ്ച് സമൂഹത്തിൽ കൊണ്ടുവരണം. ആയിരക്കണക്കിന് ആൾക്കാര്, ലക്ഷക്കണക്കിന് ആൾക്കാര് ഇതുപോലെ വേദനകളിലും പ്രയാസങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. റഷീദ മാമൊക്കെ കടന്ന പോലെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക, പുതിയൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ മിഷൻ, ഇതാണ് നമ്മുടെ വിഷൻ, ഇതാണ് നമ്മുടെ വിഷൻ, ഇതാണ് നമ്മൾ ഇതാണ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നത്. ദിസ് ഈസ് വാട്ട് വി വാണ്ട് ടു ക്രിയേറ്റ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം റഷീദ മാം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, എവിടെയാ സ്ഥലം, എന്താണ്? മാമിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ശരി, പറഞ്ഞോളൂ. എൻ്റെ പേര് റഷീദ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് റഷീദ. ഞാൻ മലപ്പുറം ജില്ല തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാന് സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇതിൽ കൂടെ കടന്നു പോകുമ്പോഴാണല്ലോ, ഇതിൽ വന്നിരിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെ ഇത് എന്താണ് ഇതിനൊരു പോംവഴി തെരഞ്ഞിട്ടായിരിക്കും സാറിന്റെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവുക, സ്ട്രൈക്ക് ചെയ്തിട്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഞാനും ഇതിലെത്തിയത്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് സാറിന്റെ മെഡിറ്റേഷനും ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനായിരുന്നു. അപ്പൊ ഇത് റെക്കോർഡാണ് ഞാൻ ഫസ്റ്റ് കേട്ടത്. ഞാൻ ഇങ്ങനെ ഓരോ മോട്ടിവേഷൻ ക്ലാസ് ഇങ്ങനെ പോകുമ്പോഴാണ് ഇതില് യൂട്യൂബിൽ ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടത്. അപ്പൊ അതൊക്കെ റെക്കോർഡിംഗ് ക്ലാസ് ആയിരുന്നു. ഞാൻ ലിങ്കിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കും, അപ്പൊ സാറ് പറഞ്ഞത് കേൾക്കും. പിന്നെ അതിൽ വരുന്ന ഓരോരുത്തരും ഇങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞതും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. പിന്നെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. പിന്നെ അതിന്റെ ശേഷം ഞാൻ മെഡിറ്റേഷനും ഇതും കൂടെ കൊണ്ടുപോയി. പക്ഷെ സ്ട്രഗിൾസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെയും ഡൗൺ ആവും, അങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെ പോയിരുന്നു. പിന്നെ പ്രശ്നങ്ങള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇതിലേക്കൊക്കെ വരുമ്പോൾ പിന്നെ മെഡിറ്റേഷനും കുറച്ച് അപ്പൊ എനിക്ക് ഇതിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതായി. പിന്നെയാണ് ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഒരു വൺ ഡേ പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുമില്ല, ചെറിയ ഫീസ് കൊടുത്താലും ജസ്റ്റ് ഒന്ന് പോയാല് ഇതേപോലെ മെഡിറ്റേഷൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മീറ്റപ്പ്. അതിൽ പങ്കെടുത്തു. അതിൽ ഒരുപാട് എന്റെ മൈൻഡിനെ കുറെ ഒരു ഇത് കാണാൻ പറ്റി. അതൊരു നല്ലൊരു റിലീഫായിരുന്നു എനിക്ക് ആ ഒരു പരിപാടി പങ്കെടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ ഓൾറെഡി സാറിന്റെ എല്ലാ മോർണിംഗ് സെഷനും ഇരിക്കാറുണ്ട്. പക്ഷെ അന്നും അതിന് മുന്നേ ഒക്കെ എനിക്ക് വീഡിയോയിൽ വരുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമായിരുന്നു. വീഡിയോയില് വരണമെന്ന് സാറ് നിർബന്ധം പറയും. സാറ് മാത്രമല്ല, മോർണിംഗ് ക്ലാസ്സിലുള്ള അവരും പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യും. അപ്പോഴൊക്കെ എനിക്കൊരു മടിയാണ്, വീഡിയോ ഓൺ ചെയ്യാനും മടിയാണ്. പിന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഭയങ്കര മടിയായിരുന്നു. പിന്നെ വൺ ഡേ മീറ്റപ്പിന് പങ്കെടുത്തു. പിന്നെ അപ്പൊ കുറച്ചൊരു ഇതായി, എല്ലാരും കണ്ട് കുറെ പേരെ
പുറത്തുള്ള ആൾക്കാരായിട്ടൊക്കെ പരിചയമില്ലാത്ത ആൾക്കാരായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ്, എന്നാലും കൂടുതലൊന്നും ആരായിട്ടും ഞാൻ അന്ന് സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരു ചിരി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാരായിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും പോയിട്ടുണ്ടായില്ല. അവരെ കഥകളൊക്കെ ഇങ്ങനെ കേട്ടു എന്നല്ലാതെ. പിന്നെ ഓരോ സാറ് പറഞ്ഞ മാതിരി റിലേഷൻഷിപ്പിൽ ഞാൻ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്രത്തോളം സ്ട്രഗിള് എനിക്ക് ഉണ്ടാവുന്ന എല്ലാവർക്കും ചോദിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതില് ഞാന് നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് ഞാൻ എനിക്ക് എങ്ങനെ വരിക അതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്. അതില് എങ്ങനെ പങ്കെടുക്കും, എങ്ങനെ വരും, അന്ന് അവിടെ എത്താൻ പറ്റുമോ, സാഹചര്യം കൊണ്ട് ഒന്നും ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അതിൽ പോകുന്നു, എനിക്കത് പങ്കെടുത്തേ പറ്റുമെന്ന് ഞാനത് തീരുമാനിച്ചു, മനസ്സിൽ ഉറപ്പിച്ച്. സത്യം പറഞ്ഞാൽ അവിടെ പോയി ഇരിക്കുന്ന വരെ ഞാൻ വിഷ്വലൈസ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അതില് പങ്കെടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് അതിൽ പങ്കെടുത്ത് ഓഫ്ലൈൻ ക്ലാസ്. പക്ഷെ അത് വീട്ടിലെ സാഹചര്യം കൊണ്ട് തന്നെ കംപ്ലീറ്റ് നമുക്ക് സാറിന്റെ അതേ റുട്ടീന് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം സാറ് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ മെന്റേഴ്സ് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു പോകാന് ഉള്ള സാഹചര്യം കിട്ടാത്തത് കൊണ്ട് എനിക്ക് അതിന്റെ റിസൾട്ട് കംപ്ലീറ്റ് ഇത് കിട്ടാൻ പറ്റിയില്ല. കാരണം കിട്ടാത്തത് കിട്ടും, എനിക്കിപ്പോ മനസ്സിലായ റിലേഷൻഷിപ്പിലും റിസൾട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രഗിളിൽ കൂടെ പോണതുകൊണ്ടും എന്റെ പ്രശ്നങ്ങൾ ഹീലാവാത്തതും കൊണ്ടായിരുന്നു എനിക്ക് കിട്ടാത്തതെന്നാണ് ഇപ്പം മനസ്സിലായത്. ഇപ്പം ഞാന് അങ്ങനെ പോയി, അങ്ങനെ ഉയർച്ച താഴ്ചകളായിട്ട് ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് പോയി. കുറെ മൈൻഡ് ഇങ്ങനെ കുറെ ഹീലാവുന്നുണ്ട്. പക്ഷെ ഹീലാവുന്നതിനനുസരിച്ച് ഇങ്ങനെ പ്രോബ്ലംസ് വരുന്നത് കൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതിലിങ്ങനെ പോയി മെന്റർമാരൊക്കെ എനിക്ക് കുറെ കാര്യങ്ങൾ, കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നു. റിലേഷൻഷിപ്പിൽ പോകുമ്പോ തന്നെ എന്തും എപ്പോഴും ചോദിക്കുക. പിന്നെ നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മളെ ചേച്ചിമാരോടും വിളിച്ചാൽ അവര് കുറച്ച് സമയം നമ്മളെ കേട്ടിരിക്കും. പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറെ റിലീഫ് ആവും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് അവരൊന്ന് കണക്ട് ചെയ്യും. അപ്പൊ പറഞ്ഞോളി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോളി എന്ന് പറയും. അപ്പൊ കുറച്ച് പറയുമ്പോ നമുക്ക് എന്ത് വന്നാലും നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുമ്പോ. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത്. സൊല്യൂഷന് പിന്നെ അതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. സാറിന്റെ ഇതിൽ വന്നാല് അതാണ് ഏറ്റവും ഒരു മനുഷ്യന്, ഒരു സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യന് ഏറ്റവും വേണ്ടത് കേൾക്കാൻ ഒരാളാണ്. പരിഹാരം ഉണ്ടാക്കൽ പിന്നെ. അപ്പൊ അതിലെനിക്ക് ഇന്ന് ഫസ്റ്റ് വിളിച്ച അവരെന്നെ ഇന്നെ ഒരുപാട് നേരം കേട്ടിരുന്നു. പിന്നെ പിന്നെന്താ പറയാ, പിന്നീടും നമുക്ക് ഭയങ്കര സ്പീഡ് വരുമ്പോ അപ്പോഴും തയ്യാറാണ്. അപ്പൊ ആ ടൈമില് മുസ്ലിമായിരുന്നു എനിക്ക്. പക്ഷെ ചെറിയ കുട്ടിയൊക്കെയാണ്, ഞാൻ വിളിക്കുമ്പോ കുട്ടീന്റെ കരച്ചിലൊക്കെ കേൾക്കാം. എന്നാലും അപ്പൊ ഓക്കെ അല്ലെങ്കിൽ വിളിക്കാട്ടാ, ഞാൻ വിളിക്കാം, കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സംസാരിക്കുമായിരുന്നു ഞാന്. അപ്പോഴത്തെ ആ അവസ്ഥ എന്താണെന്നുണ്ടെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമ്പോ അവര് ആ സമയം കഴിച്ചിട്ടു. അവര് ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അത്ര സമയം കൊണ്ട് ഇത്രയും ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കുന്നു. വീട്ടില് ഒരു വീട്ടമ്മന്റെ അവസ്ഥ എന്നിട്ടും വിളിക്കും, എന്ത് വിളിച്ചിട്ട് ഒരുപാട് സംസാരിക്കാൻ എനിക്ക് സമയം തരും. അതെനിക്ക് ഈ ഇതിൽ വന്നപ്പോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആണ്. കാരണം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്നെ കേൾക്കാനും മനസ്സിലാക്കാനും ആളില്ല എന്നുള്ളത്. അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഇൻസ്പിറേഷൻ കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റ് അതാണ്. അല്ലെ, കേൾക്കാൻ ഒരാൾ. Yeah, thank you so much, Rashida ma'am, for sharing that. ആ ഒരു തുടക്കം മുതൽ വന്നിട്ട് ഇതുവരെ എത്തിയ സമയത്ത്. ഓക്കെ, പ്രോഗ്രാമിലേക്ക് അതിൽ കൂടെയാണ് ഞാൻ ഇതിൽ ഇങ്ങനെ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാരും പറഞ്ഞോളൂ മാം. പറയുന്നത് കട്ടായി പോകുന്നുണ്ടോ സംശയമുണ്ട്. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ?
എന്താണെന്ന് അറിയില്ല, മാമിന് ജസ്റ്റ് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, കേൾക്കാൻ പറഞ്ഞോളൂ മാം. നേരത്തേക്ക് ഡിസ്കണക്ട് ആയോ എന്നൊരു സംശയം. അൺമ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. താങ്ക് യു. പറഞ്ഞോളൂ. പിന്നെ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിനോട് കൂടുതൽ ടച്ചിങ് ആയത്. കാരണം എങ്ങനെ മനസ്സിലായില്ല? നമ്മളെ അടുത്ത് അത്രയും ക്ലോസ് ആയി എന്താ പറഞ്ഞാല് ഈ എല്ലാരും മൈൻഡ് സെറ്റും ഇൻസ്പയർസുള്ള എല്ലാരും മൈൻഡ് സെറ്റും എല്ലാരും പിന്നെ നമ്മളൊരു അങ്ങനല്ലാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം, അവരെ കേൾക്കണം, അവരെ സങ്കടം മാറ്റണം എന്ന ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക്, കാരണം ഞാനിത് ഇതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ട്രഗിൾസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല മെത്തേഡ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടാത്തത് എന്താന്ന് വെച്ചാല് എനിക്ക് ഫീൽ ചെയ്ത കാര്യം, എല്ലാവർക്കും പിന്നെ ഞങ്ങളെ ജോലി എന്നുള്ളത് ഇപ്പൊ മെന്റേഴ്സ് ആണെങ്കിലും സാറാണെങ്കിലും. ഹലോ, ഹലോ, നിങ്ങൾ കട്ടായി. കേൾക്കുന്നില്ലേ? ഹലോ, ശരത് ആരാണെന്നുണ്ടെങ്കിലും കേട്ടോ. അവര് ജോലി അല്ല ആ ലെവലില് പറഞ്ഞോളൂ. എല്ലാവരും കേൾക്കുന്നുണ്ട്. ആരായാലും ആ ഒരു ജോലി എന്നുള്ളതിന്റെ അപ്പുറം ഭയങ്കര ആ അത്രയും ഒരു കണക്ഷനോട് കൂടി നമ്മളെ വേദന മാറ്റണം എന്നുള്ളൊരു ആ ഒരു ലെവലിലാണ് എല്ലാവരും. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ തന്നെ ഞാൻ പിടിച്ചു നിന്നത്. കാരണം എല്ലാരുടെ ഉള്ളിലും ആ ഒരു തോട്ട് ഉണ്ട്. അത് എങ്ങനെ വന്ന് ചിലപ്പം എല്ലാരും ഇത് എനിക്ക് വന്നതുകൊണ്ട് സാറിന്റെ ആ മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ വരുന്നവരെല്ലാരും അതേ തോട്ടിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. മെന്റേഴ്സ് ആണെങ്കിലും മാമാരാണെങ്കിലും എല്ലാരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതില് പ്രോബ്ലം എന്തായിരുന്നു? ചെയ്തത്. മാമിന്റെ പ്രോബ്ലം എന്തായിരുന്നു? പ്രോബ്ലം റിലേഷൻഷിപ്പ് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. കൂടുതൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അത് സാറിന് നന്നായിട്ട് അറിയാം. ഞാൻ വന്ന കാരണം എല്ലാവരും കൗൺസിലേഴ്സും എല്ലാവരും കൈയൊഴിഞ്ഞ കേസാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മളിൽ അധികം ആൾക്കാരും പലരും പറയുന്ന ഒരു കാര്യം, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അത്രയും സിറ്റുവേഷനിൽ എല്ലാ സ്ഥലത്തുനിന്നും കൈയൊഴിഞ്ഞൊരു കേസാണ്. മാമിന് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നമ്മുടെ അടുത്തേക്ക് വരും. ഏറ്റവും രസകരമായ ഒരു കാര്യം അതാണ്. മാമിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, മാം പ്രോബ്ലം സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചേഞ്ച് ആവുക. യു ഹാവ് ടു ചേഞ്ച്, യുവർ എനർജി ഹാവ് ടു ചേഞ്ച്. 3-4 ഓപ്ഷൻസ് പറഞ്ഞിരുന്നു അല്ലെ? പറഞ്ഞോളൂ, അതിനെ കുറിച്ച് പറഞ്ഞോളൂ. എന്താണ് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവസാനം പറഞ്ഞ വാക്ക് എന്താണ് ആ വൺ ഡേ പ്രോഗ്രാം? റിലേഷൻഷിപ്പില് പിന്നെ അന്ന് ഓഫ്ലൈൻ ക്ലാസ്സിലാണ് സാറിനായിട്ട് ഞാൻ സംസാരിച്ചത് റിലേഷൻഷിപ്പിന്റെ. അപ്പൊ അന്ന് ഫസ്റ്റ് സംസാരിച്ചപ്പോ ഞാൻ എന്റെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞപ്പോ സാറ് പറഞ്ഞു 4 ഓപ്ഷനാണ് നമ്മള് റിലേഷൻഷിപ്പിൽ വെക്കല്. ഒരാളെ ഹീൽ ചെയ്യുക, 2 ആളെ ഹീൽ ചെയ്യുക, 3 പിന്നെ അത് രണ്ടും നടക്കുന്നില്ല ഇത്രയും വർഷങ്ങളായി. അപ്പൊ പിന്നെ മാം സാറ് പറഞ്ഞ 2 ഓപ്ഷൻ സാറ് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഞാന് കഴിഞ്ഞ് പറയാൻ പാടില്ല, പക്ഷെ നിങ്ങളെ കേസില് ഒന്നുകില് നിങ്ങള് ഒരു ഡിസിഷൻ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങള് വേറൊരു സ്റ്റേജിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്റ്റേജിൽ നിന്ന് സാർ പറഞ്ഞത് കുറച്ച് റിസ്ക് ഉള്ള സ്റ്റേജായിരുന്നു. പിന്നെ ഒരിക്കലും എനിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അത്ര ലെവലിലേക്ക് നമ്മൾ എത്തണം. നമ്മളെല്ലാം ആ ലെവലിലേക്ക് എത്തിയാൽ നമുക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമില്ലാത്ത രീതിയിലായി മാറും എന്നൊക്കെ സാറ് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും സാറ് പറഞ്ഞ മറ്റേ ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റുള്ളൂ, വേറെ ഈ ആ ഒരു സ്റ്റേജിലേക്ക് അത്ര എളുപ്പമല്ല എന്നും സാറ് പറഞ്ഞു. അത് അത്ര എളുപ്പം കിട്ടുന്ന കാര്യമല്ല. അപ്പൊ ഞാന് ഹലോ, റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. 4 സ്റ്റേജ് എല്ലാവർക്കും ഉള്ളത്. ഒന്നുകിൽ എന്ത് ചെയ്യാം, റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്.
ചില ആൾക്കാർ അവസാനം ഒരു പ്രതീക്ഷയില്ലാതെ അവസാനം ഏറ്റവും എളുപ്പമുള്ള മാർഗം എടുക്കും. എന്താണ് അല്ലെ? ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കുക. ആ ഡിസിഷൻ എന്ന് പറയുന്നത് ആ ഡിസിഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക, ഡിവോഴ്സ് ആയിട്ട് ജീവിക്കുക, ഇങ്ങനെയുള്ള തിങ്കിങ് ആണ് പലർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്രയ്ക്കും പെയിനും ബുദ്ധിമുട്ടും സംഗതികളും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ അതാണ് ഞാൻ അതിന് മുൻപ് രണ്ട് ഡിസിഷൻ പറഞ്ഞിടത്തെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഹീൽ ചെയ്യുക, ഓപ്പോസിറ്റുള്ള ആൾ ഹീൽ ചെയ്യാതെ നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ട് പോവുക. നിങ്ങൾ ഹീൽ ചെയ്യുന്നു, ഓപ്പോസിറ്റുള്ള ആൾ കൂടെ ജീവിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ ലെവലുള്ള ഹീലിംഗിൽ ഇങ്ങനെ ഹീൽ ചെയ്യുന്നു, ഓപ്പോസിറ്റുള്ള ആൾ. അധികം ആൾക്കാർ നമ്മുടെ കോഴ്സിൽ വന്ന അധികം ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെയാണ്? പലർക്കും റിലേഷൻഷിപ്പിലെ പ്രശ്നമുണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, സാർ ഞാന് ഹീൽ ചെയ്താൽ മാത്രം പോരല്ലോ, എന്റെ ഹസ്ബൻഡാണിത് അല്ലെങ്കിൽ എന്റെ ഭാര്യയാണ് ഇതിൽ ഹീൽ ചെയ്യേണ്ടത് എന്നൊക്കെ അവർ പറയും. അപ്പം അതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ. ഏറ്റവും നല്ല സൊല്യൂഷൻ അതാണ്, രണ്ടുപേരും ഹീൽ ചെയ്ത് ഇങ്ങനെ പോവാം. അത് അടിപൊളിയായിരിക്കും. മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതാണ് ഈ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. രണ്ടാൾ രണ്ടു വഴിക്ക് പിരിഞ്ഞു പോവാ. അപ്പം ഞാൻ പറഞ്ഞു ഈ 3 ഓപ്ഷൻ ഉണ്ട്, ഇതൊന്നും അല്ലാത്ത വേറൊരു ഓപ്ഷൻ ഉണ്ട് മാം. സീത മാമിനോട് പറഞ്ഞു, നമ്മുടെ ഓപ്പോസിറ്റുള്ള ആള് എന്തോ ആയിക്കോട്ടെ, എങ്ങനെ കാര്യങ്ങളൊന്നും നമ്മളിപ്പോ നോക്കണ്ട, നിങ്ങൾ വേറെ ലെവലിലേക്ക് ഹീൽ ചെയ്തെത്തണം. ആ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആൾ ആ ലെവലിലേക്ക് എത്തുമ്പോൾ ആ ഒരു എനർജി നമുക്ക് ഡെവലപ്പ് ആവും. ആ എനർജി ഡെവലപ്പ് ആവുമ്പോൾ ആ ആളും ചേഞ്ച് ആകും. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളും ചേഞ്ച് ആകും. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മുടെ എനർജി ഫുൾ ലെവലിലേക്ക്, ഒരു ഹയർ എനർജിയിലേക്ക്, ഹയർ സെൽഫിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അപ്പൊ അത് ഒരു സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ മാമിനോട് പറഞ്ഞു, അതാണ് നിങ്ങൾക്കുള്ള ഒരു അടുത്തൊരു ഓപ്ഷൻ. ഇതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ മാം പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പൊ മാം പറയുന്നത് വെച്ചാൽ അതെനിക്ക് ചെയ്യാൻ കഴിയൂല എന്നാണ് മാം വിശ്വസിച്ച് വെച്ചിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു മാം എന്ന് പറഞ്ഞോളൂ. പിന്നീട് ഏത് ഓപ്ഷനിലാണ് പോയത്? ആ സ്റ്റേജിലേക്ക് ആ സ്റ്റേജിലേക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റൂല എന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം സാർ അത് പറഞ്ഞു തന്നപ്പോ തന്നെ എനിക്ക് അങ്ങോട്ടൊന്നും എത്താൻ പറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ എന്താണ് മറ്റുള്ള സമ്മർദ്ദങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ പോവല്ലാതെ വേറൊരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ പോയി. വീണ്ടും കൗൺസിലിങ്ങും കാര്യങ്ങളിലും ഒക്കെ ഓരോരുത്തർ പരീക്ഷിച്ച് വീണ്ടും പോയി. അവരും എന്നോട് ലാസ്റ്റ് പറഞ്ഞത് ഒരു ഓപ്ഷനും ഇല്ല, മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ഞാൻ അഡ്വാൻസിന്റെ ഇതില് അത് ഒരിക്കലും വീട്ടിൽ നിന്ന് ഒരു ദിവസം പുറത്തു പോയാൽ തന്നെ ഇഷ്യൂ ഉണ്ടാവുന്ന ആള് 3 ദിവസത്തെ പ്രോഗ്രാം, അതൊരു ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. 3 ദിവസത്തെ പ്രോഗ്രാമിന് വീട്ടിൽ നിന്ന് പോകുക എന്നുള്ളത്, ബാക്കിയുള്ള കാര്യം പിന്നെ വീട്ടിൽ നിന്ന് മാറി പോവുക, അതിനൊരു റീസൺ പറയുക, അതൊന്നും ആലോചിച്ചിട്ട് എത്തുപിടി കിട്ടാത്തൊരു കാര്യം. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നതല്ല, ലാസ്റ്റ് ഞാൻ പോയ കൗൺസിലർ എന്നോട് അവരിങ്ങനെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അപ്പം ഭയങ്കര സ്ട്രെസ് വരെ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച്. ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ, എത്ര കാലം അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകൾ ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം വെറുതെ ഇതിലാരും ഇത്ര സമയം വന്നിരിക്കൂല. കാരണം അത്രയും സ്ട്രഗിൾ ഉണ്ടാവുമ്പോ തന്നെ നമ്മൾ അത്രയും സമയം പ്രത്യേകിച്ച് രാവിലെ ഇതിനു വേണ്ടി മെനക്കെടും. അപ്പൊ അതിന്റെ ഭയങ്കര ഇഷ്യൂസും സ്ട്രെസ്സൊക്കെ ഉണ്ടായിട്ട് അവർക്ക് മെഡിസിൻ വരെ തന്നു. സ്ട്രെസ് റിലീഫ് ആകാൻ വേണ്ടി മാത്രം, വേറെ ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റാത്ത കണ്ടീഷനായിട്ട് നന്നായി ഉറങ്ങാം. അതൊക്കെ തന്നെ അവർ പറഞ്ഞ് അത് കുഴപ്പമില്ല, പ്രശ്നമില്ലാത്ത മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിച്ചു. അങ്ങനെ കഴിച്ചോളൂ. അപ്പൊ എനിക്കിത് എന്നും അവര് പറഞ്ഞത് എന്താ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ലാസ്റ്റ് സിറ്റിങ്ങിൽ അവര് പറഞ്ഞു, ആളൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് തീർത്ത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അഡ്വാൻസിന്റെ കാര്യം എന്റെ തലയിൽ വന്നത്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരെ ഭാഗം ക്ലിയർ ചെയ്തിട്ട്. പിന്നെ ഞാൻ എന്തിനും കുറെ മെഡിസിൻ കഴിച്ച് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഈ സിറ്റിങ്ങിന് പോകണം. അവര് പറഞ്ഞത് എന്നോട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ്. നിങ്ങള് 2 ആഴ്ച കൂടുമ്പോ വരിക, അല്ല എത്രയോ സമയം എന്നെ കേട്ടിരിക്കും. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അവരോട്. കാരണം കേൾക്കാൻ ആളില്ലാത്ത പ്രശ്നം ചെറുതല്ലല്ലോ. അപ്പൊ അവര് കേട്ടിരിക്കും.
അവരെന്നോട് പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ട്രിഗർ ആവും, അവര് ഇതേപോലെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ട്രിഗർ ആവും അവരോട്. അപ്പൊ ഞാൻ പറയും, ഞാന് എന്റെ അവസ്ഥ അത് മനസ്സിലാവും, ഞങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ പറഞ്ഞോളൂ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ട്രിഗർ ആവുമ്പോഴും ഞങ്ങൾ കേട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാല് നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോ ഇവിടെ വരിക, എന്നിട്ട് നിങ്ങളെ ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ ഒരു പ്ലാറ്റ്ഫോം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് അത്ര പറ്റുള്ളൂ. വീണ്ടും നിങ്ങൾ ചാർജ് ആവും. ഈ 2 ആഴ്ച കൊണ്ട് വീണ്ടും വീട്ടിൽ പോകും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിക്കുക. അത് ഇങ്ങനെ, അതാണ് ഇപ്പൊ അവർ കണ്ട സൊല്യൂഷൻ. അതോടുകൂടി അന്നത്തെ സിറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു തീരുമാനം, ഇതെന്തായാലും ഇത് അവസാനം വരെ എത്രത്തോളം അങ്ങനെ കൊണ്ടുപോകലല്ലാതെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ വേറൊരു ഓപ്ഷൻ എനിക്ക് വേണ്ടി ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം. അങ്ങനെയാണ് ഞാൻ അഡ്വാൻസ് തിരഞ്ഞെടുത്തത്, അഡ്വാൻസ് പ്രോഗ്രാം. പക്ഷെ തിരഞ്ഞ് എനിക്ക് പോണം എന്നൊക്കെ വിചാരിച്ചിരുന്നല്ലാതെ അത് എങ്ങനെയെന്നൊരു ഐഡിയ ഇല്ല, ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് 3 ദിവസത്തെ പ്രോഗ്രാമാണ്, അതും അവിടെ താമസിച്ചിട്ടുള്ള പ്രോഗ്രാം. അപ്പൊ അതെങ്ങനെയെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ അതാണ്ട് പിന്നെ അഡ്വാൻസ് ഞാൻ നജില മാമാണ് ഒരുപാട് കിടപ്പാടുന്ന നജില മാം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു അഡ്വാൻസ് എന്നിട്ട് ബുക്ക് ചെയ്തിട്ടുമ്പോഴും നജില മാം എന്നോട് എന്താ പറഞ്ഞത് അറിയാം. നജില മാം പറഞ്ഞ, നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഞാൻ തിരിച്ചു തരാം, നിങ്ങളെ സാഹചര്യം എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി, പറ്റില്ലെങ്കിൽ വരില്ല. അങ്ങനത്തെ അത് ഞാൻ ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ അഡ്വാൻസ് പേയ്മെന്റ് ഇട്ട് തന്നത്. ഇതിനാണ് അഡ്വാൻസ് പേയ്മെന്റ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അന്ന് മുതൽ തന്നെ ഞാൻ അതിൽ പങ്കെടുക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നതും ചെയ്തിരുന്നതൊക്കെ. ഞാനാണെങ്കിലും ഇത് ഒരിക്കലും പോകാൻ പറ്റൂല എന്നുള്ള മനസ്സാണെങ്കിലും ഞാൻ എല്ലാരോടും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നമുക്ക് പങ്കെടുക്കാൻ പറ്റൂല. അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് പോവോ, ഈ കാശ് പോവോ, അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത്രയും എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ കാശ് ഇട്ട് കൊടുത്തു. പിന്നെ പോവാൻ പറ്റൂല എന്ന് 100% ഉറപ്പാണ് എന്റെ ഒരു സൈഡിൽ നിൽക്കുന്നതെങ്കിൽ കൂടി ഞാൻ ആ കാശ് അഡ്വാൻസ് പെട്ടെന്ന് ഇട്ടിട്ട് സീറ്റ് ബുക്ക് ചെയ്യാന്നുള്ളത്. മാം ഇങ്ങനെയും പറഞ്ഞു, ഞാൻ റിട്ടേൺ തരണ്ട്, കാരണം നിങ്ങളെ നിർബന്ധിക്കാൻ പറ്റില്ല, നിങ്ങളെ അവസ്ഥ ആലോചിച്ചാല്. അപ്പൊ ഞാൻ ക്യാഷ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് അഡ്വാൻസ് പേയ്മെന്റിന് ക്യാഷ് ഇട്ടതോടുകൂടി ഞാൻ അതിലേക്ക് പോകുമെന്നുള്ള തീരുമാനത്തില് ഞാനും പതുക്കെ പതുക്കെ എന്റെ മൈൻഡ് അതിലേക്കാക്കി, ഞാൻ അതിൽ പങ്കെടുക്കും. അപ്പൊ അതിന്റെ മുന്നേ തന്നെ മെഡിറ്റേഷനും എല്ലാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അന്ന് വരെ യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യത്തിന് ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. ഓരോ അതിന്റെ മുന്നായിട്ട് അഡ്വാൻസിന് പോകുന്നതിന്റെ മുന്നായിട്ട് നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും, അതില് ഹീലിംഗ് കാര്യങ്ങൾ പലതും അവരും പറഞ്ഞു തരും. അത് അതിന്റെ ഒരു മുന്നോടിയായിട്ട് ചെയ്യാനുള്ള കാര്യം. അപ്പൊ അതിലൊക്കെ ഞാൻ പോകും എന്നുള്ള ഒരാളായിട്ട് തന്നെ പങ്കെടുത്തു. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അഡ്വാൻസിന് പങ്കെടുത്ത് അഡ്വാൻസിന് പോയി 3 ദിവസം. എന്താ പറയാ, എന്റെ ലൈഫില് ഇതുവരെ അത്ര എൻജോയ് ചെയ്ത സമയം ഉണ്ടായിട്ടില്ല. സമാധാനം കിട്ടിയ ഒരു സമയമുണ്ട്. ആ ലെവലിൽ മാം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഉറക്കെ പറയാവോ? മാം ഒന്നും കൂടെ ഉറക്കെ പറയാവോ? കേൾക്കുന്നില്ല മാം വ്യക്തമായിട്ട്, പറഞ്ഞോളൂ. തീരെ കേൾക്കുന്നില്ല. ഓക്കെയാണ്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അഡ്വാൻസിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ? അത് കേട്ടു, അതൊക്കെ കേട്ടു. ലാസ്റ്റിലേക്ക് ഇങ്ങനെ സൗണ്ട് അപ്പൊ കുറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യത്തിന് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. കാരണം മാമിന് പോലും ഉറപ്പില്ല. മാമിനോട് അത്ര പറയുമ്പോ തന്നെ പറഞ്ഞു, പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാം, ഒന്ന് അഡ്വാൻസ് ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടോളി എന്നാ പറഞ്ഞു. പക്ഷെ അതിന് ആ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. അതാണ് ഞാൻ ഈ അതില് അത്രയും വിശ്വസിച്ച് എനിക്ക് പോകാൻ പറ്റൂല എന്ന് അറിയാണെങ്കിലും ഞാൻ പിന്നെ ആ ഗ്രൂപ്പിൽ വന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, ചെയ്യാൻ തുടങ്ങി.
അത് ഞങ്ങൾ കേട്ടു മാം. അത് കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാമിൽ എത്തിയതിനു ശേഷം എന്താ സംഭവിച്ചത്? പ്രോഗ്രാമിൽ എത്തിയതിനു ശേഷം പ്രോഗ്രാമിൽ എത്തി എന്ന് പറഞ്ഞാല്, പ്രോഗ്രാമിൽ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാല് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, എന്റെ ഇത്രയും പ്രായത്തിന്റെ ഇടയ്ക്ക് അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും, നമ്മള് ഒരു ഫാമിലി ജീവിതത്തിൽ കാണാത്ത ആൾക്കാര് ആണെങ്കിൽ പോലും, കാരണം എല്ലാരും ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു അനാവശ്യ സംസാരം കാര്യങ്ങളൊന്നുമില്ല. എല്ലാരും നല്ല ഒരു ചിന്താഗതി ഉള്ളവരാണ്. അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഓരോ തെറാപ്പി, ഓരോ സമയം, അതൊന്നും കാശൊന്നും ഒരിക്കലും അങ്ങനെയും അത്രയും ബെനിഫിറ്റ് ആണ് അതിൽ നമുക്ക് കിട്ടിയത്. ഞാൻ ഒരിക്കലും ഞാൻ സാറിനോട് ഒരു തെറാപ്പി കഴിഞ്ഞിട്ട് ഞാൻ സാറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാറിനോട്, സാറ് ഓർക്കുന്നുണ്ടോ റിലേഷൻഷിപ്പിൽ എന്നോട് പറഞ്ഞ കാര്യം, ഒരു സ്റ്റേജ് ഉണ്ട്, അതിൽ എത്തിപ്പെടാൻ പറ്റുമോ, ആണെങ്കിലും അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുക, ഈ രണ്ടാലൊന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ സ്റ്റേജ് ഇതല്ലേ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ സാറ് യെസ് എന്ന് പറഞ്ഞു. സാറിന് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ മാറി. എന്റെ ചുറ്റുപാടും എന്തോ എന്നുള്ളതൊന്നും നമുക്ക് വിഷയമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചേഞ്ച് എല്ലാരും ചേഞ്ച് വരാൻ തുടങ്ങി. അത് എങ്ങനെയാണെന്ന് അനുഭവിച്ചാലേ അറിയുള്ളൂ. അത് കൂടുതൽ ഇങ്ങനെ വിവരിക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മളെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്ത് കൊണ്ടുവരും. അത് എല്ലാരും ഇപ്പൊ ഈ കോഴ്സ് ചെയ്യുന്ന എന്റെ മകനടക്കം ചോദിച്ചു, ഈ ഉള്ളിലത്തത് പുറത്തു കൊണ്ടിരുന്നത് എന്തിനാണ്, ഉള്ളിൽ തന്നെ കിടന്നൂടെ, വെറുതെ ഒരു പ്രശ്നമില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും വേറൊരാളായി മാറും. അതുകൊണ്ട് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഓപ്പോസിറ്റ് ആരെന്ത് പ്രവർത്തിച്ചാലും നമ്മളത് ബാധിക്കാത്ത ലെവലിലേക്ക്. രണ്ടാമത്തെ കാര്യം, നമ്മളെ കൂടെ ഉള്ളവർക്ക് നമ്മളെ എനർജി കിട്ടി അവര് സോഫ്റ്റ് ആയി മാറും. സാഹചര്യങ്ങളും ആയോ? അങ്ങനെ ഒരു സോഫ്റ്റ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ണർ നിങ്ങളോട് സോഫ്റ്റ് ആയി, അല്ലെങ്കിൽ ആ ലെവലിൽ ഒരു ചേഞ്ച് കണ്ടു തുടങ്ങി? ഒരിക്കലും മാറില്ല, ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാവും എന്നുള്ള സൈക്കോളജിസ്റ്റുകൾ വരെ പറഞ്ഞ് കൈയൊഴിഞ്ഞു. ആ സ്റ്റേജിൽ നിന്ന് പിന്നീട് നിങ്ങളുടെ ലൈഫ് മാറിയോ? അതാണ് ഇവിടെയുള്ള എല്ലാവർക്കും അറിയേണ്ടത്. ഓപ്പോസിറ്റ് മാറി. അത് എവിടെ നിന്നാണ് സാറിനോട് ഞാൻ പറയാം, മെയിൻ ആയിട്ട് എനിക്ക് പോവാനുള്ള പെർമിഷൻ, അതായിരുന്നു ഏറ്റവും വേണ്ടത്. ആ 3 ദിവസം അവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവിടെ പോവന്നെ വേണം. അത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. മക്കളോട് ഞാൻ ചോദിച്ചപ്പോ അതിനെ പറ്റി ആലോചിക്കാൻ കൂടെ അവർക്ക് പറ്റിയിരുന്നില്ല. 3 ദിവസം പോവുക, അത് എങ്ങനെ പോകും, എന്ത് പറഞ്ഞു പോകും, ഒക്കെ 3 ദിവസം പിടിച്ചിരിക്കണ്ടേ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആകെ ഇതിലും വലിയ പ്രശ്നവും അവർക്ക് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ സമ്മതത്തോടു കൂടെ പോകല് അതിലും റിസ്ക് ആയിരുന്നു. സമ്മതം ഇല്ലാതെ പോകാൻ പേടി. വീട്ടില് അങ്ങനത്തെ ഒരു കണ്ടീഷൻ, വീട്ടിൽ പോയി നിൽക്കാൻ വീട്ടുകാർ അതിനേക്കാളും പ്രശ്നമാണ്. അവര് എന്തിന് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതും പ്രശ്നം. മൊത്തത്തില് എന്താ സംഭവിക്കുക അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ മക്കളൊക്കെ സത്യം പറഞ്ഞ ഞാൻ മോനോട് പറഞ്ഞപ്പോ മോൻ പറയും, ഞാൻ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ ഏത് ലോകത്ത് വേണമെങ്കിലും കൊണ്ടുപോയിക്കോളാം, എന്നാലും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കും. എനിക്കാണെങ്കിൽ ഞാൻ ഇതിലേക്ക് ശരിക്കും മൈൻഡ്, കാരണം എല്ലാരും കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഞാൻ എന്നും ഇങ്ങനെ ഫോർഗീവ് ചെയ്ത് കൊടുക്കും. അത് എനിക്ക് ഇതിന് കിട്ടിയ ഏറ്റവും വലിയ ഒരിതാണ്. കാരണം സാറിന്റെ ഈ ഇതില് വന്നിട്ട് എനിക്ക് കിട്ടിയത് ഈ ഫോർഗീവ്നെസിന്റെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടെന്നും അതിന്റെ ലെവൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് ഇവിടെ വന്നിട്ടാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സെജിറാക്കും എനിക്കും നന്നായിട്ട് അറിയാം. അന്നത്തെ ദിവസം സെജിറ ഇതിലുണ്ടോന്ന് അറിയില്ലെന്ന്, ഞാനും സെജിറ കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാന് മോന് ഭയങ്കരതായിട്ട് പറഞ്ഞപ്പോ അവനാകെ ഭയങ്കര എന്താ ചെയ്യാ, ഞാനെങ്ങാനും പോയാ എന്താ പ്രശ്നം ഉണ്ടാവുക എന്നുള്ള പേടിയായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അവൻ വിളിച്ചിട്ട് ഇങ്ങനെ രാത്രി വോയിസ് അയച്ചിട്ട് ഇങ്ങനെ പോവാ, സമ്മതം ഇല്ല എന്നുള്ള രീതി. അപ്പൊ ഒരു തീരുമാനം എടുത്ത് ഞാൻ ആളോട്
പറയും ഞാൻ. പറഞ്ഞിട്ട് തന്നെ ഞാൻ പോരും. അത് ഒരു 6 മണിക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ സിഗരറ്റ് വലിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയാൻ പോവുകയാണ്, പറഞ്ഞിട്ട് ഞാൻ വരും എന്നാണ്. ഇന്ന അവിടെ എത്തിക്കാൻ പടച്ചു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംഗതി പറയാൻ പോവുകയാണെന്ന്. സിഗരറ്റ് തന്നെ ഇവ പറഞ്ഞു എന്നോട്, പറഞ്ഞോളി അതാ നല്ലത് എന്നാണ്. പിന്നെ ഞാൻ എന്താ ചെയ്ത് വെച്ചാല് ഞാൻ ആൾക്ക് ഇങ്ങനെ പുറകെ ചെയ്തോട്ട് കുറേ, അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല. എന്റെ വീട്ടിൽ വരാൻ സമ്മതം ചോദിക്കാൻ എന്നൊക്കെ പറയും. ആള് സമ്മതം 3 ദിവസം ഞാനിങ്ങനെ വിരല് ഇതാക്കിയിട്ട് കാണിച്ചു കൊടുത്തപ്പോ റിയാക്ഷൻ ഒന്നും എനിക്ക് അത്ഭുതമാണ്. കാരണം ഒരു ദിവസം നിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോ ആ നിക്കണം, ഇങ്ങനെ വരണം 3 ദിവസം എന്ന് ഞാൻ പറഞ്ഞപ്പോ വലിയ അത്ര വലിയ പ്രശ്നങ്ങളും, കാരണം അത്രയൊക്കെ നിൽക്കുക, എവിടെയാണ് എന്താണ് എങ്ങനെ എന്നൊക്കെ ചോദിച്ച് ബ്രദേഴ്സിനോടും പറയണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ സിജറൊക്കെ വിളിച്ചിട്ട് സിജീറിനോട് സംസാരിച്ചു, കുഴപ്പമില്ല പോയിക്കോളും ഞങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു സമ്മതം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പോയത്. അപ്പൊ ഞാൻ അവിടെ നന്നായിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നന്നായിട്ട് അവിടെ ഇരുന്നിട്ട് അത് സാറിന് അതിലേക്ക് ശരിക്കും സാറ് ഞങ്ങളോട് ഫസ്റ്റിൽ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാം, എനിക്ക് ഇതൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ, നിങ്ങൾ ഇത് അത്രത്തോളം അതിൽ കണ്ട് സമർപ്പിക്കണം. കാരണം നമ്മളാണ് സമർപ്പിക്കുക, നമ്മൾ അത്രയും ഇത്രയും അനുഭവിച്ചിട്ടാണല്ലേ നമ്മൾ ഇത്രയും ചെലവാക്കിയിട്ട് നമ്മൾ അവിടെ. അപ്പൊ നിങ്ങൾ അതിൽക്കാണ് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും. അപ്പൊ അഡ്വാൻസിന് തയ്യാറുള്ള എല്ലാരും തയ്യാറാവണമെന്ന് ഞാൻ പറയുന്നു. കാരണം ഒരുപാട് നമ്മള് ആ ഒരു കാശിന്റെ അളവ് നമ്മൾ നോക്കുക, ഇത് അവിടെ പോയിട്ട് 3 ദിവസം എന്താ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും, ആ 3 ദിവസം ഫുഡിന് ഇത്ര അല്ലാവുള്ളൂ, ഒരു അക്കോമഡേഷൻ ഇത്ര അല്ലാവുള്ളൂ, പിന്നെ എന്തിനാ ഇത്രയും കാശ് വരുവാണ്, അങ്ങനെയൊക്കെ നെഗറ്റീവ് ചിന്ത വരും. കാരണം എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല, കാരണം അത്രത്തോളം സ്റ്റേജിലായതുകൊണ്ട് ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്ത വരും ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അവിടുന്ന് കിട്ടുന്നതുണ്ടല്ലോ, അത് നമ്മളെ മനസ്സറിഞ്ഞ് സമർപ്പിച്ച് നമ്മളാണ്ട് പോയാല് എന്ത് കൊടുത്തു എന്നുള്ളതല്ല, നമുക്ക് എന്ത് കിട്ടിയെന്ന് മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പൊ അതിന് വെച്ചാല് സാറ് പറഞ്ഞ മാതിരി അത്രത്തോളം നമ്മൾ അതിന് ഇനി അടുത്ത അഡ്വാൻസിന് ഇപ്പൊ തന്നെ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ട് അതിന് ഒരുങ്ങുക. അപ്പൊ കാശും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇന്നെ പോലെ എനിക്കറിയാം, ഒരു ദിവസം 1 ഡേ ക്ലാസ്സിന് വരുന്നവര് സാറ് പറഞ്ഞ പോലെ, സാറ് ഇന്നലത്തെ ക്ലാസ്സിന് എന്താ പറഞ്ഞു ഞാൻ കേട്ടു, പലതും എത്രയോ റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ ലേഡീസ് ഒക്കെ വരണ്ടെന്ന് പറഞ്ഞു. അത് എനിക്കറിയാം, ഞാൻ അവിടുത്തെ പരിപാടിക്ക് പങ്കെടുത്തിട്ട് പോയിട്ട് പലരായിട്ട് സംസാരിച്ചപ്പോഴും പിന്നെ റിവ്യൂ പറയുമ്പോൾ എല്ലാവരും, ഞാൻ അടക്കം ഫസ്റ്റ് ക്ലാസ്സിൽ പല പ്രാവശ്യവും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറായിട്ടില്ല എന്ന് തന്നെ സാറിനോട് പറഞ്ഞു. കാരണം ഇന്നെപ്പോലെ പലരും അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പലരും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ വരേണ്ടി വന്നതാണ്. അതേപോലെ ഇനിയും ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനത്തത് ഉണ്ടാവും. കാരണം അപ്പോ പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പങ്കെടുക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാനും പിന്നെ സമ്മതമില്ലാതെ അതൊക്കെ വരേണ്ടി വരും. അപ്പൊ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ അതിൽക്കണ്ട് ഒരുക്കിയാൽ മതി. ഇനി അടുത്ത അഡ്വാൻസ് എന്താണെന്ന് അറിയില്ല. ഒരുപാട് EFT ചെയ്തവരുണ്ടാവും ഇവിടെ, EFT ചെയ്ത ആൾക്കാരുണ്ടാവും. അവര് എന്തായാലും അപ്പൊ അവർക്ക് ഇപ്പൊ എനിക്ക് കിട്ടിയ പോലെ തന്നെ ചിലപ്പോ കംപ്ലീറ്റ് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അവർക്ക് എന്തായാലും എന്ത് ചെയ്തിട്ടും അഡ്വാൻസിൽ വരണം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഞമ്മക്ക് വേണ്ടി ചെയ്യുന്നു. എന്തിനു പറയുന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും നമ്മൾ 1-1.5 ലക്ഷം ഇപ്പൊ ഒപ്പിട്ടാണ്ട് കൊടുക്കൂലേ ഞമ്മക്ക് വേണ്ടിട്ട്. അതുപോലെ അതല്ല അത്, ഇത് നമ്മളെ ഓൾറെഡി നമ്മൾ ചെയ്യും. നമ്മൾ മാത്രല്ല, നമ്മളെ ചുറ്റുപാട് മാറും, എല്ലാം മാറും. പിന്നെ വലിയൊരു എന്താ പറയാ, എനിക്കറിയില്ല, ഞാൻ ഉദ്ദേശിച്ച എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയത്, ഞാൻ എനിക്ക് എന്റെ ലൈഫിന്റെ പർപ്പസ് എന്താന്ന് ശരിക്കും കിട്ടിയത് എനിക്ക് അവിടുന്ന്. ഞാൻ എന്തിനാണ് ഈ ഭൂമിക്ക് വന്നത്,
എന്നുള്ളത് എനിക്ക് കിട്ടി, കറക്റ്റായിട്ട് കിട്ടി. ഞാൻ സാറിനോട് പറയുകയും ചെയ്തു. ഞാൻ വീട്ടിൽ വന്നിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടി, എന്റെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലും നമുക്ക് കിട്ടും. നമ്മൾക്കെല്ലാം നമ്മളെന്താണെന്നുള്ളത് ശരിക്കും കേട്ട് നമ്മൾക്ക് കിട്ടും. അവിടുന്ന് നമുക്ക് പുതിയൊരു ലൈഫ് തുടങ്ങാൻ പറ്റും. ഇത്രത്തോളം സ്ട്രഗിൾ ഉള്ളവര് ഭയങ്കര സ്ട്രഗിൾ ഉള്ളവര് എന്നല്ലേ ഞാൻ പറഞ്ഞു. സ്ട്രഗിൾ ഇല്ലാന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ അതിനേക്കാൾ ഇപ്പൊ ജീവിക്കുന്നതിനേക്കാൾ നല്ല ഉയർച്ചയിലെത്താൻ പറ്റും. കരിയർ ആണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമാണെങ്കിലും എവിടോ ഒരു തൊണ്ട് തടഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് തട്ടിയാല് ആ ഒഴുക്ക് നല്ല നല്ല സൂപ്പറായിട്ടാവും ആകാൻ പറ്റും. ഇപ്പൊ ഞമ്മക്ക് വേണ്ടി ഞമ്മക്ക് വേണ്ടി തന്നെ ഇതിലും എത്രയോ നമ്മൾ ചെലവാക്കും. ഞമ്മക്കൊരു രോഗം വന്നാല് എന്താണ് നമ്മളെ ശാരീരിക മാനസിക അവസ്ഥകളൊക്കെ റെഡിയാക്കിയാൽ തന്നെ നമ്മള് ഇത്രയൊന്നും ഇതാക്കേണ്ടി വരൂല. ഇതിന്റെ 100 ഇരട്ടി നമ്മൾ ചെലവാക്കുന്നത് എന്തെല്ലാം കാര്യത്തിന് സെൽഫിന് വേണ്ടി ഓക്കെ ചെലവാക്കണം. മാം, അങ്ങനെയൊക്കെയാണ് അടുത്തൊരു ചോദ്യം ചോദിക്കാം മാം. മാം, അടുത്തൊരു ചോദ്യം നിങ്ങളുടെ ലൈഫ് പാർട്ണർ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിനാണ് നിങ്ങളിപ്പോ ആൻസർ നൽകിയത്. ആ ഒരൊറ്റ കാര്യം പറഞ്ഞത് നിങ്ങൾ പോകുന്ന സമയത്ത് അനുവാദം കിട്ടിയെന്ന് പറഞ്ഞു. ആ അതല്ലാതെ തിരിച്ചു വന്നിട്ടുള്ള ഇപ്പോഴത്തെ ലൈഫ് എന്ന് അത് പറയും. ഇപ്പൊ നീ എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത് അതാണ്. ഇപ്പൊ അനുവാദം കിട്ടി എന്നുള്ളത് ഒരു വലിയ മാറ്റം ആ തന്നെയാണ്. സ്റ്റോറിയിലേക്കേ പോണ്ട. ആ ഡോണ്ട് ഗോ ടു ഓക്കെ. ദാറ്റ് സ്റ്റോറി. കം ടു ദാറ്റ് ആഫ്റ്റർ ലൈഫ്. അനുവാദം കിട്ടിയതിനെ പറ്റി നീ പറയണ്ട. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി, പിന്നീടുള്ള ലൈഫ്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാല് വന്നപ്പോ തന്നെ എന്നോട് വന്ന് സാധാരണ അങ്ങനെ പോയി എന്തെങ്കിലും ഒരു ലേറ്റ് എന്തോ ഒരു പിന്നെ ഇഷ്യൂ ആവും. പക്ഷെ രാത്രി ലേറ്റ് ആയിട്ടാ വന്നതെങ്കിൽ കൂടിയിട്ട് ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ആള് എന്നോട് പറയാ എനിക്കെന്തോ ഒരു എനർജി കിട്ടിയ പോലെ ഉണ്ടല്ലോ എന്ന് എന്നോട് ചോദിച്ചു. എന്താ ഒരു എനർജി കിട്ടിയിരിക്കണെന്ന് പറഞ്ഞു. പിന്നെ മൊത്തത്തില് ആ അറ്റ്മോസ്ഫിയറെ മാറി. ഇപ്പൊ മക്കൾക്ക് എന്തോ ഒരു കാരണം ഒരിക്കലും ഇങ്ങനെ ഒന്നും ഇതാവാത്ത ആള് ഇന്നലെ എന്നോട് മോൻ പറഞ്ഞു. ഞാൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന് നല്ല എന്താ മൈഗ്രെയിന്റെ പ്രശ്നമുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അവര് ഇപ്പൊ ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്തിട്ടൊന്നും ആ കുട്ടിക്ക് ഇത് വരാൻ ബുദ്ധിമുട്ടായ കാരണം അപ്പൊ ഞാൻ പറഞ്ഞു അവളോട് എനിക്കൊന്ന് വിളിക്കാൻ പറയുന്നു പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ എന്നോട് ചോദിച്ചതിനോട് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, സംസാരിച്ചിട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എല്ലാ വഴികളും ചെയ്തു നോക്കിയിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെന്താ ചെയ്യാ? അപ്പൊ അവന് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ സംഭവിച്ച മിറാക്കിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങള് നമ്മളെ വീട്ടിൽ ഇത്രയും വലിയ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഫലം ഉണ്ടാവും എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഫസ്റ്റില് കേൾക്കുന്നവർക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ പലർക്കും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അവൻ എന്നോട് തന്നെ പോവണ്ടെന്ന് പറഞ്ഞ ആളാണ് എന്നോട്. എന്തോ മിറാക്കിൾ സംഭവിക്കുന്നുള്ളതിന്റെ തന്നെയാണ് കുട്ടികളൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു ഓക്കെ, ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻ ഫാമിലി ഞങ്ങളിപ്പം മിനിയാന്ന് എല്ലാരും വീട്ടിൽ നിന്ന് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഫാമിലി അവിടെ മാരേജ് കഴിഞ്ഞിരുന്നു ബ്രദറിന്റെ മകന്റെ. അപ്പൊ അവര് എല്ലാരും കൂടെ ഒരു ട്രിപ്പിന് ഇതാക്കി. ഞങ്ങളിപ്പോ മിനിയാന്ന് അത് പറഞ്ഞ ഉടനെ അവരായിട്ടൊന്നും എനിക്ക് മിണ്ടാറില്ല. അവരൊക്കെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പിന്നെ വിളിച്ച് പോവണം എന്ന് പറഞ്ഞ ഞാൻ പോവാ, നമുക്ക് പോവാറിന്. പിന്നെ ഒരു ദിവസം സ്റ്റേ വേണ്ടി വരും തന്നെ. കുഴപ്പമില്ല പോവാറിന്. എല്ലാരും കൂടെ അടിച്ചു പൊളിച്ചു പോയി വന്നു. ഇന്നലെ വീണ്ടും ഞങ്ങള് വീട്ടിൽ പോയി. ഫാമിലിയിലുള്ള മറ്റുള്ള റിലേഷൻഷിപ്പ് വരെ ക്ലിയർ ആയി, ചേഞ്ച് ആയി. കാരണം അതായത് അവരൊക്കെ ചില നല്ല ഫാമിലീസ് രീതിയിൽ പലപ്പോഴും ഞമ്മക്കും പറ്റും. കാരണം അതാണ് നമ്മളോട് പല ഏറ്റവും ഫാമിലീസിലും പ്രധാനം പലപ്പോഴും പല നമ്മളോട് പ്രശ്നങ്ങളും പറയാം, കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സ്വർണ്ണം ക്ലിയർ ചെയ്യാൻ പറ്റും. അത് സാറിന് അറിയാലോ. ഞാനിപ്പോ സാറിനോട് സമ്മതം ചോദിച്ചിട്ട് പോയ കാര്യം ഞാൻ അവിടെ പോയി സാറും കൂടെ സത്യം പറഞ്ഞ സാറ് വരെ ഇന്ന് ആദ്യം ഒന്ന് കംപ്ലീറ്റ് ഹീലാവാത്തതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാനിങ്ങനെ
കോൺഫിഡൻസോട് കൂടി പറഞ്ഞപ്പോ സാറ് ആ പൊക്കോന്ന് പറഞ്ഞു. എനിക്കൊരു വിഷയം അവിടെ വന്നില്ല. എനിക്ക് നല്ല സമാധാനം കിട്ടി. കാരണം അവർക്ക് എൻ്റെ അടുത്ത് വരാനും ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ അവിടെ പോയി. എന്നോട് ഇങ്ങോട്ട് നമ്മള് ഏറ്റവും എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് ഒന്നാമത്തെ കാര്യം ആതിര മാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആതിര മാം ഇന്നലെ പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നാളെ ഇതിൽ വരണം ഞായറാഴ്ച എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു ഞാൻ നല്ല ബിസി, അപ്പൊ കുട്ടികൾ വന്ന് ഇവിടെ വീട്ടിലുണ്ട്, അപ്പൊ തിരക്കാണ്, അപ്പൊ ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഞാൻ പറയാ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒന്നും ഒരു ഇത് കിട്ടുന്നില്ല, അത് നിങ്ങളെ അനുഭവങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ തന്നെ അപ്പോഴും ഞാൻ എന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പോവാറൊന്നുമില്ല കുറെ ആയിട്ട്. അങ്ങനെ വിളിച്ചാ വരൂല, ആരായിട്ട് മീറ്റ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ ആയിരുന്നു. അസുഖം വന്നിട്ട് പോകുന്നതിന് ഭയങ്കര അസുഖം വന്നിട്ട് പോലും ആ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോ എല്ലാരും കൂടെ പോയത്, ആള് ഭയങ്കര കൈ പിടിച്ച് നടക്കലും എല്ലാവർക്കും കാണുമ്പോ തന്നെ ഭയങ്കര എന്താ സംഭവം. അപ്പൊ സത്യം പറഞ്ഞ എന്റെ വീട്ടുകാരൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ എന്തുകൊണ്ട് എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചതെന്നും പോലും മനസ്സിലാവാതെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിരുന്നു. അപ്പൊ എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മള് മാത്രല്ല മാറുക, നമുക്ക് എല്ലാരും ഫാമിലിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവരാണ്. പിന്നെ ഇങ്ങനെയൊക്കെ വന്നിരിക്കണം കേൾക്കണം അതിനു വേണ്ടിയിട്ടാ, മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരെന്ന് പറഞ്ഞാല് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് അത് അങ്ങനെ ഒരു ഇതാണ്. നമ്മളെ മക്കളുടെ ലൈഫ് മാറ്റാൻ പറ്റും, നമ്മളത് മാറ്റാൻ പറ്റും, നമ്മളെ ഫാമിലി. പിന്നെ നമ്മളെ ഏറ്റവും എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളോട് ചെയ്തവരോട് നമുക്ക് ഒരു വെറുക്കാൻ അവരെന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നെന്ന് നമുക്കറിയാം. അപ്പൊ അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ. പക്ഷെ നമ്മളോട് മോശമായി പെരുമാറുന്നോട് നമ്മക്ക് അങ്ങോട്ട് സോറി പറയാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് വരും. അങ്ങനെയാണ് ഞാൻ സാറിനോട് പറഞ്ഞിട്ട് അവിടെ പോയത്, അജിനുഭവൊക്കെ ഉണ്ടായിട്ട്. കാരണം എന്നോട് പറഞ്ഞു, എന്നോട് ആള് പറഞ്ഞു എന്നെ എത്ര പോരെ വേദനിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ആളെത്ത് പോകണം. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞു. കാരണം ആ ലെവലിലേക്ക് അതിന് നമുക്കൊരു ഈഗോ അങ്ങനത്തെ ഒന്നും തോന്നേ ഇല്ല. ഞാൻ എന്തിനു പോണം, അവരെല്ലാം അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഞാൻ അങ്ങനെ പോയി. ആളായിട്ട് എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയപ്പോൾ നല്ല സമാധാനം. അതൊക്കെ ഭയങ്കര. പിന്നെ കിട്ടുന്ന ഗ്രാറ്റിറ്റ്യൂഡ്. അത് അതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് എന്നും എഴുതുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് എഴുതുമ്പോ ഉള്ളിൽ തട്ടി എഴുതുമ്പോഴൊക്കെ ഒരുപാട്, അത് സാറിപ്പോ ഈ പ്രീ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരുന്ന കാര്യമാണല്ലേ നമ്മളോട് ഇതൊക്കെ എഴുതണം. അതൊക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തില് ഒരുവിധം അത് ഇത്രയും സ്ട്രഗിൾ വേണമെന്നില്ല. അഡ്വാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സ്ട്രഗിൾ ഉള്ളവര് പങ്കെടുക്കാറില്ല. പിന്നെ സ്ട്രഗിൾ ആകുമ്പോഴേ നമ്മള് എല്ലാ അറ്റം മുട്ടുമ്പോഴേ നമ്മൾ ഇങ്ങനത്തെ റിസ്ക് എടുത്ത് ഇറങ്ങുള്ളൂ. അല്ലാത്തപ്പോ കുഴപ്പമില്ല എന്നാണ്. ആ ലെവലിൽ നിന്ന് തന്നെ പോയാൽ അത്രത്തോളം ലൈഫ് ഈസി ആക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാരോടും. താങ്ക് യു സോ മച്ച് മാം ഫോർ ഷെയറിംഗ്. ഇനി നമ്മുടെ മെമ്പേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്താണ് മാം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മാം ഇപ്പോൾ അവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫോർഗീവ്നെസ്, മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഫോർഗീവ്നെസ്സിൽ തന്നെ അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മളൊരു ഫോർഗീവ്നെസ് പറയുന്നുണ്ട്. നോർമലി പറയുന്ന ഫോർഗീവ്നെസ് അല്ല, അത് കുറച്ച് ഡിഫറെന്റ് ആണ്. ആ ഒരു ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ് ഇപ്പോൾ മാം കൂടെ തൊട്ട് മുമ്പ് മെൻഷൻ ചെയ്യുന്നത്. അഡ്വാൻസ് പ്രോഗ്രാം വരുന്നത് ആക്ച്വലി അടുത്ത മാസം ജൂലൈ അല്ല, ഇനി ജൂലൈയിൽ വരുന്നുണ്ട്. ജൂൺ കഴിഞ്ഞിട്ട് ഇപ്പൊ മെയ് ആണല്ലോ അല്ലെ. ജൂൺ കഴിഞ്ഞ് ജൂലൈ 19, 20, 21 അഡ്വാൻസ് പ്രോഗ്രാം വരുന്നത്. അടുത്ത അഡ്വാൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യാം. അഡ്വാൻസ് പ്രോഗ്രാം വേറെ ലെവൽ പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചേഞ്ച് ആകുമ്പോൾ മറ്റുള്ളവർ ചേഞ്ച് ആകുന്ന മാജിക് ആണ് അവിടെ. അത് നമ്മൾ ചേഞ്ച് ആകുന്ന പറയുന്നത് 3 ദിവസം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ദിവസം വേറെ ഒന്നുമില്ല. നിങ്ങളെ ചേഞ്ച് ചെയ്യാം. വെറും 10% തിയറി, 90% പ്രാക്ടീസ്. ആണോ? പ്രാക്ടീസ് ചെയ്ത് ഞാൻ നിങ്ങളോട് അതാണ് പറയാറ്. അഡ്വാൻസിലുള്ള പ്രത്യേകത. കാരണം നമ്മളിപ്പോ ലൈഫ് മാസ്റ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിലും
അതിനേക്കാളും അവിടെ ഇരുന്നിട്ട് ആ ഒരു വേറെ ഒരു ലോകത്താണ് നമ്മൾ, വേറെ ഒന്നുമില്ല. അപ്പൊ അതിന് ശരിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് നമുക്ക് അത്ഭുതമാണ്, അത്ഭുതം തന്നെയാണ് സംഭവിക്കുന്നത് ശരിക്കും. മക്കള് പറഞ്ഞ മാതിരി എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചു അത്ര. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ, കാരണം നമ്മളെ മാറ്റം കണ്ട് ഞാൻ എപ്പോഴും, ഞാൻ സാറിനോടും പറഞ്ഞ അതാണ് എന്റെ പർപ്പസ് എന്ന് പറഞ്ഞാല്, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഞാൻ ഒരുപാട് ആൾക്കാര് അനുഭവിക്കുന്നത് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് മാറ്റിക്കൂടെ എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് അവിടുന്ന് വന്നത്. കാരണം അതിന് ഞമ്മക്കൊരു ഭാഗമാകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചതിൽ എന്തെങ്കിലും ഒരു, ഞാൻ ഇത്രത്തോളം സ്ട്രഗിൾ അനുഭവിച്ചിട്ട് ഇപ്പം ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താ, ഇത്രത്തോളം സ്ട്രഗിൾ കൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി പടച്ചു എനിക്ക് ഇവിടെ വെച്ചിട്ടുണ്ടാവും. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഏറ്റവും ചെയ്യേണ്ട കാര്യം വേദനിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസമായിട്ട്. കാരണം ഞാൻ പെട്ടെന്ന് ആരോടും പോയി പറഞ്ഞിട്ടില്ല, അപ്പൊ ഇതിന് പറയുന്നത് പോലെ. കാരണം നമ്മളെ ചേഞ്ച് കണ്ടിട്ട് മറ്റുള്ളവർ എന്താ ഉണ്ടായിരുന്നു, കാരണം എന്റെ വീട്ടിലും ഉള്ളവര് എല്ലാരും ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. കാണുമ്പോ പുറത്തേക്ക് നമുക്ക് അത്ര വലിയ വിഷയമില്ലാന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ എല്ലാരും ഭയങ്കര സ്ട്രഗിൾ ഉണ്ട്. അത് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. അതിനൊരുപാട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരുപാട് ഒരാളെങ്കിലും നമുക്ക് സമാധാനം കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും വലിയ. സാറ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോഴേ മനസ്സിലാവും. രാവിലെ വന്ന് ഇരുന്ന് ഇത്രയും വെയ്യാത്ത കാര്യം അതൊക്കെ എല്ലാരും മനസ്സിലാക്കണം. സാറ് വന്ന് ഞാൻ മെഡിറ്റേഷന്റെ സമയത്ത് ഇടയിലൊന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ സാറ് ഇങ്ങനെ ടിഷ്യൂ എടുത്ത് കണ്ണ് തുടക്കുന്നുണ്ട് ഞാൻ കണ്ട്. അപ്പം ഇന്ന് ക്ലാസ്സില്ല, അല്ലെങ്കിൽ ഇന്ന് മെഡിറ്റേഷൻ തരുന്നില്ല എന്നുകൊണ്ട് പറഞ്ഞാൽ മതി സാറിന്. പക്ഷെ സാറ് അത്രത്തോളം ഞമ്മക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വയ്യാതെ കോൾഡായിട്ടും ഒക്കെ വന്നിരിക്കുന്നത്, അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് ഞമ്മക്ക് വേണ്ടി ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നിട്ടും ഞമ്മൾ അടച്ചും പോലും ഞമ്മളോട് ഓർക്കില്ല. കാരണം ഞമ്മക്ക് ഇത്രയും നല്ലൊരു അവസരം കൊണ്ടുവന്ന് തന്നിട്ട് ഞമ്മളത് ഉപയോഗിക്കാഞ്ഞിട്ട് വെറുതെ പഠിച്ചവനെ പഴിച്ചിരുന്നാല് അതൊന്നും ശരിയല്ല. ഞമ്മക്ക് അവസരം, ഇത്രയും നല്ലൊരു ചാൻസ് നന്നാവാൻ ഞമ്മള് ലൈഫ് മാറ്റാൻ പഠിച്ചോ കൊണ്ടുവന്നാണെന്ന് വിചാരിക്കാം. കാരണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ വിചാരിക്കുന്നു. ഓരോരുത്തരെ പഠിച്ചവന് ഇങ്ങനെ ഭൂമിയിൽ അയക്കുമ്പോ അവർക്ക് ഓരോരോ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്. കാരണം എത്ര ആൾക്കാരാണ് ഇതില് റിലീസാവണത്. അപ്പൊ അതേപോലെ സാറ് വീണ്ടും വീണ്ടും അതിനുള്ള എല്ലാ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ വന്നപ്പോ തന്നെ, ഞാൻ വീട്ടിൽ വന്നപ്പോ പറഞ്ഞത് തന്നെ എനിക്ക് കുറച്ച് പർപ്പസ് ഉണ്ട്, എനിക്കതൊക്കെ ചെയ്യണം. പിന്നെ എന്തായാലും ഇനിയുള്ള എനിക്ക് എന്തെങ്കിലും ചെയ്യണം ആർക്കും വേണ്ടിയെങ്കിലും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റും പോലെ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. EFT ചെയ്തവർക്ക് അതിന്റെ ബെനിഫിറ്റ് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് അത്രത്തോളം റിലേഷൻഷിപ്പിന് ബെനിഫിറ്റ് കിട്ടാതിരുന്നത് ഞാൻ അത്രയും സ്ട്രഗിൾ ആയതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ 3 ദിവസം തുടർച്ചയായിട്ട് ആ സ്ഥലത്ത് തന്നെ നിന്നിട്ട് പിന്നെ റിലേഷൻഷിപ്പിന്റെ ക്ലാസ്സും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ വീട്ടിലിരുന്നിട്ടുണ്ട്. ഇത് അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ലെവലുകളിൽ ഇരുന്നപ്പം എനിക്കത് ഫുള്ള് കിട്ടി. അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ട് മാറി. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചവിടെ. സത്യം പറയാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സമാധാനത്തോടെ ഇത്രയും ഇതായിട്ട് അന്ന് അതുപോലെ ഉണ്ടായിട്ടില്ല. ശരിക്കും ഞങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് പറഞ്ഞ ഏതൊക്കെ ആൾക്കാർ, ആരും ഒരു പരിചയം ഉണ്ടായിട്ടില്ല. എല്ലാരും കൂടെ അടിച്ചു പൊളിച്ച് എന്ന് പറയാം. Thank you, Rishita ma'am, for sharing all these stories with us. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ചില ആൾക്കാർ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാം. ഒന്ന്, നമ്മൾ അഡ്വാൻസ് പ്രോഗ്രാം എന്നാണ്, എവിടെ വെച്ചാണ്? അഡ്വാൻസ് പ്രോഗ്രാം വരുന്നത് കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ്. പ്രോഗ്രാം വരുന്നത് അടുത്ത ജൂലൈ മാസത്തിലാണ് വരുന്നത്. ജൂലൈ മാസത്തിൽ ഇവിടെ ചാറ്റിലുണ്ടായിരുന്നു. ജൂലൈ മാസത്തിലാണ് വരുന്നത്.
പ്രോഗ്രാം നടക്കുന്നത് 19, 20, 21 കേട്ടോ. അഡ്വാൻസ് പ്രോഗ്രാം ഇപ്പൊ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏർലി ബേർഡ് ഓഫർ ഒക്കെ വേണ്ടവർ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാമിന്റെ ആക്ച്വൽ ഫീ വരുന്നത് 39,000 റുപ്പീസ് ആണ്. പക്ഷേ ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് അത് 32,000 റുപ്പീസിന് പ്രോഗ്രാം ചെയ്യാം. ഏർലി ബേർഡ് ഓഫർ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഉടൻ തന്നെ എന്ത് ചെയ്യാൻ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ആ പ്രോഗ്രാം 3 ദിവസം ശരിക്കും പറഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബേസിക് പ്രോഗ്രാം നാളെ നടക്കാൻ പോകട്ടോ, അടുത്ത ബാച്ച്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് പ്രോഗ്രാമിലേക്ക് വിളിച്ചോളൂ. ബേസിക് പ്രോഗ്രാം നാളെ നടക്കാൻ പോകും. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അടുത്ത ബാച്ച്. ഓരോ മാസവും നമുക്ക് ബാച്ച് ഉണ്ട്. അപ്പൊ ആ ബാച്ചിൽ പരമാവധി എന്താണ് നാളെ നടക്കുന്ന 6-ാം തീയതി, നാളെയാണോ ബേസിക് പ്രോഗ്രാം നടക്കുന്നത്? നാളെയാണ് ബേസിക് 6-ാം പ്രോഗ്രാം. തീയതി. നാളെ വൈകുന്നേരം കേട്ടോ. നാളെ വൈകുന്നേരം ഓൺലൈനിൽ സൂമിൽ വെച്ചിട്ടാണ്. 6-ാം തീയതി എന്നിട്ട് പറഞ്ഞാൽ പറ്റും സാർ? 6-ാം തീയതി 6-ാം തീയതി പറഞ്ഞില്ലല്ലോ, 26 അല്ലേ? ഇല്ലേ? 26 26 എന്നാ പറഞ്ഞേ? 26 ഓ, കേട്ടോ. 26. സാർ അതിന് 26 ഒരു കൺസിഡറേഷൻ ചെയ്യാൻ പറ്റുമോ സാർ? കുറച്ച് ഈ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് പൈസ അടച്ചു തീർത്താൽ കുറച്ച് ഈ നിങ്ങൾ നമ്മുടെ ടീമായിട്ട് 10,000 സംസാരിക്കൂ കേട്ടോ. നിങ്ങൾ നമ്മുടെ ടീമായിട്ട് സംസാരിക്കൂ. ഓക്കെ, ടീമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആലോചിക്കൂ. ടീമായിട്ട് സംസാരിക്കുക എന്തായാലും കേട്ടോ. ഈ വിഷയം പേയ്മെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കാറില്ല, ഞാൻ ഡീൽ ചെയ്യാറില്ല. ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്കിവിടെ അതിന് ചില പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. കാര്യം അപ്പൊ നാളെ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, നാളെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് 26-ാം തീയതിയാണ്, നാളെയോട് വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ബേസിക് പ്രോഗ്രാം. അത് 40 ഡേയ്സ് പ്രോഗ്രാമാണ്. 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. അതിൽ ആദ്യത്തെ ഒരു എന്താ പറയാ 10 ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്കുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. അഡ്വാൻസ് പ്രോഗ്രാം ശരിക്കും ആക്ച്വലി എന്താ വെച്ചാൽ നിങ്ങളെ ഒരു വേറൊരു സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 3rd ഡയമെൻഷൻ എന്ന് പറയുന്ന സംഗതിയാണ്. നിങ്ങളൊരു 7th ഡയമെൻഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് നമ്മൾ എത്തിച്ച് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് തരും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിലനിർത്തുന്നത് നിങ്ങളാണ്, നിങ്ങൾ കൊണ്ടുപോകുന്നതാണ്. ഇവിടെ റഷീദ മാമിനൊക്കെ സംഭവിച്ചത് ആ ഒരു ഡയമെൻഷനിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, മാം 3rd ഡയമെൻഷനിൽ നിന്ന് അടുത്ത ഡയമെൻഷനുകളിലേക്ക് മാം ഷിഫ്റ്റ് ആയെന്നുള്ള അത് ഒരു വ്യക്തിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ മാം ഇപ്പൊ ഏത് ഡയമെൻഷനിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് മാമിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ എന്താ വെച്ചാൽ അതിന്റെ ജേണി കാണിച്ചു കൊടുക്കും. ആ ജേണിയിൽ എങ്ങനെ അവിടേക്ക് എത്താൻ പറ്റും. അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലവ് മാത്രമേ ഉള്ളൂ, പീസ് മാത്രമേ ഉള്ളൂ, ജോയ് മാത്രമേ ഉള്ളൂ. അതുണ്ടാകുമ്പോൾ ബാക്കി എല്ലാം ക്ലിയർ ആയിപ്പോകും. അപ്പൊ അതാണ് അഡ്വാൻസ് പ്രോഗ്രാം. ആ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലും നമ്മുടെ ചുറ്റിലും എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും. അത് പറഞ്ഞില്ല, മാമിന്റെ ഹസ്ബൻഡ് കൈ, അതായത് അത്രയും റിലേഷൻഷിപ്പിൽ ചാലഞ്ചസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മക്കൾ വരെ പേടിച്ചിരുന്നൊരു അവസ്ഥയിൽ നിന്ന് മക്കൾ വെച്ചാൽ ഓക്കെ ശരി, ഇവിടെ ഭയങ്കര ഒരു മാജിക് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് മാജിക്? അവർ അത്ഭുതം. ഫാമിലി റിലേഷൻഷിപ്പിൽ കൈ പിടിച്ചു പോകുന്ന ഇപ്പോഴത്തെ ഒരവസ്ഥ, എല്ലാത്തിനും ഹാപ്പിനെസ് തിരിച്ചു വരുന്നത്. സോ അത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു സന്തോഷം ചില്ലറ സന്തോഷമല്ല. കാരണം നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ സങ്കടങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ചെയ്യണം. പൈസ അല്ല, പൈസക്ക് വേറെ എന്തെല്ലാം പണിയെടുത്ത പൈസ ഉണ്ടാക്കാം. യൂട്യൂബിൽ 4 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മില്യൺസ് വ്യൂസ് കിട്ടാൻ സാധ്യതയുള്ള ആളാണ് ഞാൻ. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്തിട്ടുമുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് അബൌട്ട് വാട്ട് ഐ ഡു, ഇറ്റ്സ് അബൌട്ട് വാട്ട് വി ക്യാൻ ക്രിയേറ്റ്. വേറെ കുറെ ആൾക്കാരുടെ ഉള്ളിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊരു ഭയങ്കര ഫീലാണ്. അതൊരു വല്ലാത്തൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ റഷീദ മാം അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണാം അല്ലെ, NPD ആണ്, അല്ലെങ്കിൽ BPD ആണ്, അല്ലെങ്കിൽ മറ്റുള്ള ഇഷ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ജീവിക്കാൻ കഴിയില്ല, അവരിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക, ഇങ്ങനെയുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇതേ ഡയലോഗ് അടിക്കുമ്പോൾ ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കേണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട. അയാൾ NPD ആണ്, അയാളെ BPD ആണ്, ഇതാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതും കിട്ടും. മുറിവേദന്മാർ ആളെ കൊല്ലും. ദയവ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ പോകരുത്. മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളെ ചേഞ്ച് ചെയ്യാം. അത് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം.
നമ്മൾ ഒരിക്കലും നമുക്ക് അറിയില്ല ആരെന്താണ്. ഓരോരുത്തരും ഒരുപാട് ട്രോമ അനുഭവിച്ചതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു എനർജിയുടെ ഒരു ഫോഴ്സ് ആയിട്ട് മാറാൻ പറ്റും, എനർജിയുടെ ഒരു പവർ ആയിട്ട് മാറാൻ പറ്റും. നമ്മളൊക്കെ അത് ചെയ്യുന്ന മെത്തേഡ് ഫോഴ്സിന്റെ മെത്തേഡാണ്. ഫോഴ്സിന്റെ മെത്തേഡ് മാറ്റിയിട്ട് പവറിന്റെ മെത്തേഡ് ഉണ്ട്. അപ്പോ ഇപ്പൊ പവറിലാണ്. ഇത്രയും കാലം റഷീദ മാം ഫോഴ്സിലായിരുന്നു പോകുന്നത്. ഫോഴ്സിൽ നിന്ന് നേരെ പവറിലേക്ക് മാറി. രണ്ടും ശക്തി എന്നർത്ഥം. ഒന്ന് ഫോഴ്സ് എന്താ, നമ്മൾ ഫോഴ്സ് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവിടെ പദ്ധതികളൊന്നും വർക്കാവില്ല. അഡ്വാൻസ് പ്രോഗ്രാമിൽ അവിടെ പഠിപ്പിക്കുന്ന പദ്ധതികളൊന്നുമില്ല. ഒരു പ്ലാൻ ഇല്ല, ഒരു പദ്ധതി ഇല്ല, തന്ത്രങ്ങളില്ല, കുതന്ത്രങ്ങളില്ല, ബുദ്ധിക്ക് കൈകാര്യം ചെയ്യലില്ല. അവിടെ ഒരു മാനിപ്പുലേഷനും ഇല്ല. അവിടെ NPD മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല, BPD മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അവിടെ മാജിക്കാണ്. അവിടെ പ്യൂർ 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 മാജിക്കാണ്. അവിടെ പ്യൂർ ആയിട്ടുള്ള എന്താ പറയാ, നമ്മുടെ ലൈഫിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവിടെ സ്നേഹം എന്ന് പറയുന്ന ഒരു മാജിക്കാണ് അവിടെ നടക്കുന്നത്. ആ സ്നേഹത്തിന്റെ ആ ഒരു എനർജിയുടെ മാജിക്കാണ്. അവിടെ പവറാണ്. ആ പവറിൽ എന്ന് വെച്ചാൽ തന്ത്രമില്ല, സ്ട്രാറ്റജികളില്ല, ഒന്നുമില്ല. അപ്പൊ സ്ട്രാറ്റജികളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കും. ബുദ്ധിപരമായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിയില്ലാതെ സ്നേഹത്തിൽ ജീവിക്കുന്ന വേറൊരു അവസ്ഥയുണ്ട്. ഭയങ്കര പവർ ഫീൽ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അത് നമ്മൾ ആകെ ചെയ്യേണ്ട പക്ഷെ നമ്മളിലേക്ക് ഡെപ്തിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മളിലേക്ക് ഡെപ്തിൽ ഇറങ്ങി ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ എനർജി, പ്യൂർ എനർജി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അതാണ് അവിടെ അന്ന് സംഭവിച്ചത്. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ കുറച്ച് താക്കോലുകൾ നിങ്ങൾക്ക് തരും. ആ താക്കോലുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോറുകൾ തുറക്കുക. വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട, വേറെ ഒരു പദ്ധതി നിങ്ങൾക്ക് വേണ്ട, വേറെ പ്ലാൻ നിങ്ങൾക്ക് വേണ്ട, വേറെ മെത്തേഡുകൾ നിങ്ങൾക്ക് വേണ്ട, ഒന്നും വേണ്ട. യു ജസ്റ്റ് കീപ് ഡൂയിങ് ദിസ്, കീപ് ഡൂയിങ് ദിസ്, കീപ് ഡൂയിങ് ദിസ്, ദാറ്റ്സ് എനഫ്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതന്നെ പരിപാടി. തെറാപ്പി 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 തെറാപ്പിയിലൂടെ ഇങ്ങോട്ട് കടത്തി വിട്ടിട്ട് ഉള്ളങ്ങോട്ട് ക്ലിയർ ആവും. മനസ്സിലാവുണ്ടോ? തെറാപ്പി ചെയ്ത് 3 ദിവസം ഇരുന്നങ്ങോട്ട് തെറാപ്പി തന്നെ. തെറാപ്പി ചെയ്ത് കഴുകി കുളിപ്പിച്ച് ചളി 1 പ്രാവശ്യം കുളിപ്പിക്കും, 2 പ്രാവശ്യം കുളിപ്പിക്കും, 3 പ്രാവശ്യം കുളിപ്പിക്കും, 4 പ്രാവശ്യം കുളിപ്പിക്കും. ഓരോ തവണ കുളിപ്പിക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡിലുള്ള കുളികൾ. അങ്ങനെ ഇങ്ങോട്ട് കുളിപ്പിച്ചിട്ട് നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആത്മാവിനെ പുറത്തേക്ക് എടുത്ത്, യഥാർത്ഥ ആത്മാവിനെ പുറത്തേക്ക് എടുത്തിട്ട് അത് ഉള്ളിൽ കയ്യിൽ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചാണ് ചേഞ്ച്. അതാണ് ഇവർക്ക് സംഭവിച്ചത്. ലിറ്ററലി ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ബേസിക് ബേസിക് ചെയ്യാണ്ട് മറ്റേ അഡ്വാൻസ് ചെയ്തിട്ട് കാര്യമില്ല. ബേസിക് അല്ലേ ഫസ്റ്റ് ചെയ്യേണ്ടത്. ബേസിക് ഫസ്റ്റ് നിങ്ങൾ ബേസിക് ചെയ്തോളൂ. ചെയ്യാണ്ട് ബേസിക് ചെയ്തോളൂ. ബേസിക് ചെയ്തോളൂ. ബേസിക് എന്ത് ചെയ്യാം, ബേസിക് ചെയ്യാം. ബേസിക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം. സർ ഞാൻ ബേസിക് ചെയ്തോളൂ കേട്ടോ. ബേസിക് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ശരിക്കും ചെയ്യും. കാരണം ബേസിക് എന്ന് വെച്ചാല് നിങ്ങളുടെ നിലവിലുള്ള കറണ്ട് ഇഷ്യൂസ് ക്ലിയർ ചെയ്യുന്ന സംഗതിയാണ്. അഡ്വാൻസ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് ലെവലിൽ ഷിഫ്റ്റ് സംഭവിക്കുന്ന കാര്യമാണ്. ബേസിക് ചെയ്തവർക്ക് അഡ്വാൻസ് കിട്ടുമ്പോൾ വേറെ ലെവൽ ഫീലാണ്. ബേസിക് ചെയ്തിട്ട് എന്റെ ഒരു അഭിപ്രായം, ബേസിക് ചെയ്തിട്ട് അഡ്വാൻസിലേക്ക് പോവുക. ബേസിക് ചെയ്താൽ പിന്നെ അഡ്വാൻസ് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മളവിടെ എത്തും. അപ്പൊ രണ്ടും കൂടെ കൂടുമ്പോ കിട്ടാനുള്ളതൊക്കെ കിട്ടും. പിന്നെ നെഗറ്റീവ്, അതിന്റെ അർത്ഥം ജീവിതത്തിൽ പിന്നെ ഒരു സ്ട്രഗിളും ഉണ്ടാവൂല, നെഗറ്റീവ് ഉണ്ടാവൂല എന്നുള്ളതല്ല. അതിനൊക്കെ തരണം ചെയ്യാനുള്ള മൈൻഡും ഇതും ഞമ്മക്ക് കിട്ടും, സമാധാനം ഞമ്മക്ക് കിട്ടും. അല്ലാതെ ലോകം മുഴുവൻ ഒരിക്കലും ജീവിതത്തിൽ പിന്നെ പ്രതിസന്ധികൾ വരൂല, പ്രശ്നം വരൂല, അങ്ങനെ അല്ല അതിന്റെ അർത്ഥം. ഞമ്മള് മൈൻഡ് മാറും, ഞമ്മക്ക് സമാധാനം വരും. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഉണ്ടാവില്ല അല്ലെന്ന്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പ്രതിസന്ധി പ്രയാസം ഉണ്ടാവും, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നു, നമ്മളത് ബാധിക്കുന്നു. നമ്മുടെ ലൈഫിൽ കൂടുതൽ അത് തന്നെ സംഭവിച്ചു. മറ്റേത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ വല്ലപ്പോഴും വന്നു, വല്ലപ്പോഴും അപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ ചിലപ്പോൾ ഉണ്ടായി. ഇനി ഉണ്ടായാൽ തന്നെ അത് നമ്മളെ ബാധിക്കില്ല. നമുക്കതൊന്നും അതൊന്നൊരു ഇഷ്യൂ അല്ല. നമുക്ക് അതിന് മുകളിൽ വലിയൊരു മിഷനുണ്ട്, അതിന് മുകളിൽ വലിയൊരു സ്വപ്നമുണ്ട്, നമുക്ക് അതിന് മുകളിൽ വലിയൊരു സന്ദേശം നമുക്കറിയാം. നമുക്ക് എപ്പോഴും നമ്മളെ പീസിലും സമാധാനത്തിലും ഇരുത്താൻ വേണ്ട വഴികൾ അറിയാം. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക അതൊക്കെ ലോ എനർജിയാണ്, അത് നമ്മളിലേക്ക് വരില്ല. പിന്നെ നമ്മൾ എപ്പോഴാണോ ലോ ആവുന്നത് അപ്പോഴാണ് നമ്മളിലേക്ക് അത് വരുള്ളൂ. നമ്മളെപ്പോഴും ഹയർ ലെവലിലേക്ക് നമുക്ക് നിലനിർത്താൻ പറ്റും, അതിനുള്ള വഴി നമുക്കറിയാം. അപ്പൊ എനിവേ ഇന്നത്തെ സെഷൻ
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. മാം, സാർ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ. പറഞ്ഞല്ലോ. പിന്നെ നമ്മളിപ്പോ അഡ്വാൻസിന് ഇത്രയും ഫീസ് കൊടുക്കണം, ബേസിക്കിന് ഫീസ് കൊടുക്കണം, ഇതൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആരും ഇരിക്കണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊക്കെ ചെയ്ത് ഇങ്ങോട്ട് കഴിഞ്ഞാല് അതിന്റെ ഇരട്ടി കിട്ടാനുള്ള വകുപ്പ് നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആൾക്കാർ വരും, പോസിറ്റീവ് കാര്യങ്ങൾ വരും. പിന്നെ ആ കാശും അതിന്റെ ഇരട്ടി കിട്ടാനുള്ള മാർഗങ്ങൾ നമുക്ക് തന്നെ തെളിഞ്ഞു വരും. അങ്ങനൊക്കെ ഒരുപാട് ഇതുണ്ട്. അപ്പൊ കാശ് ആ ലെവലിലേ ചിന്തിക്കരുത് എന്റെ റിക്വസ്റ്റ് ആണത്. കാരണം ഇത് പോവോ, ഇതില് നമുക്ക് കാര്യം കിട്ടോ, പൈസ നഷ്ടാവോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. രണ്ടാമത് പറയാനുള്ള കാര്യം, ഞമ്മക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കാശ് ചെലവാക്കണം, സമയം ചെലവാക്കണം ഞമ്മക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിനുവേണ്ടി അവര് പറഞ്ഞ ഇത് ഫോളോ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. കാരണം ഓരോ കാര്യം ഇത് ഞമ്മക്ക് ഓക്കെ മാഡം. വേണ്ടിയിട്ടാണ്. സമയം ചെലവാക്കണം, സമയം കണ്ടെത്തിയിട്ട് അത് ഇതാക്കിയാല് നല്ല റിസൾട്ട് ആയിരിക്കും. ആ കാശും അത് ഓക്കെ മാഡം. എല്ലാം തിരിച്ച് കിട്ടും ചെയ്യും. പോസിറ്റീവ് ആൾക്കാർ, നെഗറ്റീവ് ആൾക്കാർ നമ്മളടുത്ത് ഇങ്ങനെ മാറി 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 പോയി പോസിറ്റീവ് ആൾക്കാർ നമ്മളടുത്ത് വന്നുകൊണ്ടേ. അത് പല വകുപ്പിലായിട്ട് എങ്ങനെയെന്ന് നമുക്ക് അറിയാനേ പറ്റും. അത് നമ്മൾ താങ്ക് അത് യു. ഓക്കെ ചെയ്യണം. മാഡം. കാരണം താങ്ക് യു. പഠിച്ചവന് നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ട് നമ്മളത് കാണാതെ പോയിട്ട് പഠിച്ചവനെ പഴിച്ചിരുന്നിട്ടും ഓൾ റൈറ്റ്. താങ്ക് യു എവറി വൺ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു അപ്പം സർ. എന്തായാലും വളരെയധികം നിങ്ങൾക്ക് ഒരുപാട് അറ്റർലി മാഗ്നിഫിഷ്യൻ ഷാനി പറയുന്നു. താങ്ക് യു സോ മച്ച് എവറി വൺ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ മാമിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത മീറ്റപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മളുടെ കാലിക്കറ്റ് ചാപ്റ്റർ ഈ വീക്കിൽ ഉണ്ടാകും. അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകും. നിങ്ങൾ വരിക. കാലിക്കറ്റ് ചാപ്റ്റർ നമ്മൾ ഫോം ചെയ്യാൻ പോവാണ്. മഴക്കാലമാണ്, ചെറിയ ചലഞ്ച് ഉണ്ട്. ബട്ട് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത അഡ്വാൻസിന് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഒരു അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയും അഡ്വാൻസിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് അന്ന് അവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. അതായത് അഡ്വാൻസ് ചെയ്ത എല്ലാവരും പറഞ്ഞൊരു കാര്യം, വീണ്ടും അഡ്വാൻസ് ചെയ്യണം. അതൊരൊറ്റ കാര്യമാണ്. അതിൽ കിട്ടിയ ഒരു സാധനം, ആ സാധനം നമുക്ക് വീണ്ടും കിട്ടുക എന്നുള്ളതാണ്. അതൊരു ഭയങ്കര എഫക്റ്റ് ആണ്. അത് ഞാൻ എന്റെ മെന്റർ അടുത്ത് പോയിട്ട് എന്റെ മെന്റർ അടുത്ത് ഇത്തരത്തിലുള്ള അഡ്വാൻസ് പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അതേ ഫീലിംഗ് തന്നെയാണ്. വീണ്ടും ചെയ്യണം, വീണ്ടും ചെയ്തിട്ട് എന്ത് ചെയ്യണം, എല്ലാം റെഡിയാക്കി എടുക്കണം, എല്ലാം വീണ്ടും ഇതിലേറെ കൂടുതൽ മികച്ചതാക്കണം. സോ നമ്മുടെ ഈ ഒരു ബേസിക് പ്രോഗ്രാം എന്താന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ബേസിക് പ്രോഗ്രാം 30 ദിവസത്തെ 40 ഡേയ്സ് പ്രോഗ്രാമാണ്. അതിൽ 30 ഡേയ്സ് നമുക്ക് എന്തുണ്ടാവും, ഫോളോ അപ്പ് സെഷൻസും ഹീലിംഗും 1-to-1 ഹീലിംഗ് കാര്യങ്ങളുണ്ടാവും. 10 ഡേയ്സ് കോച്ചിങ് ഉണ്ടാവും. അതാണ് ബേസിക് പ്രോഗ്രാമിൽ. അഡ്വാൻസ് പ്രോഗ്രാം 3 ഡേയ്സ് പ്രോഗ്രാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 40 ഡേയ്സിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഫോളോ അപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിലപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ ഉഷാറായിട്ട്? കറക്റ്റായിട്ട് നിങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിവേ, പറഞ്ഞതുപോലെ നാളെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോഗ്രാം, അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. നമ്മൾ വിളിക്കുന്നു, വരാൻ താല്പര്യമുള്ളവർ വരിക. ദാറ്റ്സ് ഓൾ. അല്ലാതെ നിങ്ങളാരും വിളിച്ചു കൊടിച്ചു അവിടെ കൊണ്ടുപോയി ഇരുത്താനെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ലൈഫ് മാറണം എന്ന് ആഗ്രഹം ഉണ്ടോ, ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടോ, വന്നോ ഇരുന്നോ പഠിച്ചോ പൊയ്ക്കോ, ലൈഫ് ചേഞ്ച് ചെയ്തു. ഉള്ളൂ. ഇത്രയും പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങളോടൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇറ്റ്സ് യുവർ ചോയ്സ് കേട്ടോ. എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ഐഫോൺ. ആരാണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ചോദിച്ചോളൂ. ഐഫോൺ എന്ന് പറഞ്ഞ ഒരാൾ ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഉണ്ടോ? ചോദ്യം ചോദിക്കാനുണ്ടോ? ഞാൻ ഇവിടെ കാണുന്നില്ല. ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.